ഹലോ ടീച്ചേഴ്സ്, ഗുഡ് ഈവനിങ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന പേപ്പറിൽ മൂന്നാമത്തെ യൂണിറ്റ് തിയറി ഓഫ് കൺസ്ട്രക്റ്റിവിസം ആൻഡ് ലേണർ സെന്റേർഡ് ടീച്ചിങ്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ടീച്ചിങ് സ്ട്രാറ്റജി എങ്ങനെ മോൾഡ് ചെയ്യാം, അത്തരം ഒരു ടീച്ചറായിട്ട് എങ്ങനെ മാറാം, അതുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സെഷൻ 2 ആണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ് മീ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. പ്രസന്റേഷൻ ഒന്ന് ചെക്ക് ചെയ്യുന്നു. സൗണ്ട് അതുപോലെ തന്നെ പ്രസന്റേഷൻ രണ്ടും ഓക്കെ ആണോ? ഓക്കെ. സോ നമ്മൾ പഠിച്ച കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്താണ് കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ നോളജ് കൺസ്ട്രക്ഷൻ എന്നുള്ള അതിനുള്ള കുറച്ച് പോയിന്റ്സ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കൺസ്ട്രക്റ്റിവിസം എന്നുള്ള ആ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ്, അതിന് ഡെഫിനിഷൻ കണ്ടു. പിന്നെ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണർ, അവരുടെ ഒരു നാച്ചർ എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരു 5-6 പോയിന്റുകൾ. ദെൻ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ടീച്ചർ ഇൻ ദ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം. നമ്മുടെ പുതിയ കരിക്കുലം സിലബസ് പ്രകാരം കൺസ്ട്രക്റ്റിവിസം ക്ലാസ് റൂം ആണ് നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടാവുക. അവിടെ ഒരു ടീച്ചറുടെ റോൾ എന്താണ്, ഫങ്ഷൻ എന്താണ്, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വരെ ആവുമെന്ന് പറയണേ. ദെൻ 4 phases ഫോർ കണ്ടക്ടിങ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ്. ഇതൊക്കെ കഴിഞ്ഞു പോയതല്ലേ? ഓക്കെ. അതുപോലെ നാച്ചർ ഓഫ് ലേണിംഗ് പ്രോസസ് ആസ് പെർ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി, അഥവാ ലേണിംഗ് പ്രോസസ്സിന്റെ ഒരു സ്വഭാവം എങ്ങനെയാവണം. അതില് പിന്നെ SOI, സെലക്ടിങ്, ഓർഗനൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്, ഒരു സ്റ്റെപ്പാണ്, ഒരു സ്ട്രാറ്റജിയാണ് ആ ഒരു SOI എന്നുള്ളത്. ദെൻ പെഡഗോജിക്കൽ അപ്രോച്ച് ടു കൺസ്ട്രക്റ്റിവിസം ആണ്. ഇവിടെ എന്താണ് പെഡഗോജി എന്നുള്ള ഒരു വാക്കിനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. നമ്മളൊരു ടീച്ചിങ്ങിനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ആക്ച്വലി പെഡഗോജിക് അനാലിസിസ്, പെഡഗോജി എന്ന് പറയുന്നത്. സോ കൺസ്ട്രക്റ്റിവിസം ക്ലാസ് റൂമിലേക്ക് എങ്ങനെയാണ് ടീച്ചിങ്ങിനെ മോൾഡ് ചെയ്യണത്, ടീച്ചിങ്ങിനെ പ്ലാൻ ചെയ്യണത്, അതാണ് പെഡഗോജിക്കൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് പറഞ്ഞോ, ലേണിംഗ് എൻവയോൺമെന്റ് ഫെസിലിറ്റേറ്റിംഗ് കൺസ്ട്രക്റ്റിവിസം? ഇവിടെ പറയാൻ ബാക്കി. ഓക്കെ. അപ്പം ഇവിടുന്നാണെന്നല്ല പറഞ്ഞേ? ഷുവർ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് പഠിക്കാൻ ഉണ്ടാവുക ജസ്റ്റ് ഒന്ന് മുന്നോട്ടും കാണാം. ലേണിംഗ് എൻവയോൺമെന്റ് ഫെസിലിറ്റേറ്റിംഗ് കൺസ്ട്രക്റ്റിവിസം ആണ്, അഥവാ കൺസ്ട്രക്റ്റിവിസം ക്ലാസ് റൂമിലുള്ള ലേണിംഗ് എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ ലേണർ സെന്റേർഡ് ടീച്ചിങ്, അതിന്റെ മീനിങ് എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതിന്റെ നീഡ് എന്താണ്, അതുപോലെ തന്നെ മെറിറ്റ്സ് എന്താണ്, പിന്നെ അഡ്വാൻറ്റേജസ് ആണ്. ഇപ്പൊ ടീച്ചർ സെന്റേർഡ് ടീച്ചിങ്, ലേണർ സെന്റേർഡ് ടീച്ചിങ്. അപ്പൊ അതിൽ ടീച്ചർ സെന്റേർഡ് ടീച്ചിങ്ങിനെ പരിചയപ്പെടുത്തുന്നു, അതിന്റെ അഡ്വാൻറ്റേജ്, ലിമിറ്റേഷന്, പിന്നെ സ്റ്റുഡന്റ് സെന്റേർഡ് ടീച്ചിങ്ങും അതുപോലെ തന്നെ അതിന്റെ മെറിറ്റ്സ്, പിന്നെ സ്റ്റുഡന്റ് സെന്റേർഡ് ടീച്ചിങ്ങിന്റെ മെറിറ്റ്സ് അതിന് നിരത്തിന്റെ ബാക്കിയുണ്ട്, ലിമിറ്റേഷൻസ്, പിന്നെ ഒരു കമ്പാരിസൺ. ഇത്രയാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ. ഇപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക, കാര്യമായിട്ട് പഠിക്കാനുള്ളതൊക്കെ ടീച്ചിങ് ആണ് ആക്ച്വലി. സോ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്റ്റുഡന്റ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ നമ്മുടെ ക്ലാസ് റൂമിൽ വരണം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ ജൊനാസൻ സ്റ്റേറ്റ് ചെയ്ത 8 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇത്തരത്തിലുള്ള സൈക്കോളജിസ്റ്റുകളുടെയും അതുപോലെ എഡ്യൂക്കേഷനിസ്റ്റുകളുടെയും പേരുകൾ ഇതിൽ വരും. ആ പേരുകൾക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും അവർ പറയുന്ന പോയിന്റ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടാകും. സോ ലേണിംഗ് എൻവയോൺമെന്റ് കൺസ്ട്രക്റ്റിവിസം ക്ലാസ് റൂമിൽ എങ്ങനെ, അതിൽ ഒന്നാമത്തെ പോയിന്റ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് എൻവയോൺമെന്റ്സ് പ്രൊവൈഡ് മൾട്ടിപ്പിൾ റെപ്രസെന്റേഷൻ ഓഫ് റിയാലിറ്റി ആണ്. ഇവിടെ ആക്ച്വലി നമ്മുടെ ഒരു റോൾ തന്നെ റിയൽ സിറ്റുവേഷനിക്ക് സ്റ്റുഡൻസിനെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ലേണിംഗ് എൻവയോൺമെന്റിൽ മൾട്ടിപ്പിൾ റെപ്രസെന്റേഷൻ ഓഫ് റിയാലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അഥവാ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ
റിയലിസ്റ്റിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഷാൽ ബി ക്രിയേറ്റഡ് ബൈ ദ ടീച്ചർ. ടീച്ചർ മുൻകൈ എടുത്തുകൊണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യാം. റിയൽ ലൈക്ക് എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ റിയൽ എക്സ്പീരിയൻസസ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിലെ ഒന്നാമത്തെ ഒരു പോയിന്റ്. രണ്ട്, റെപ്രസെന്റ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ റിയൽ വേൾഡ് ആണ്. റിയൽ വേൾഡിൽ ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉണ്ട്. അതല്ലെങ്കിൽ കുറെ വൈരുദ്ധ്യങ്ങളുണ്ട്, കുറെ പ്രശ്നങ്ങളുണ്ട്, കുറെ ആപത്തുകളുണ്ട്, കുറെ ത്രട്ടനിങ്സ് ഉണ്ട്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കണം ക്ലാസ് റൂം പ്രൊസീജിയേഴ്സ്. നമ്മുടെ റിയൽ ലൈഫിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടോ അതിനെ വി ഷുഡ് ബ്രിങ് ദീസ് ഇഷ്യൂസ് ഇൻ ടു ദ ക്ലാസ് റൂം. ആ ഇഷ്യൂസിനെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്ന് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് പറ്റണം, അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് പറ്റണം. ഇത് നമ്മുടെ സ്കൂളുകളിൽ നടക്കാറുണ്ടോ? അതല്ലെങ്കിൽ ഇത്തരം കോംപ്ലക്സിറ്റി ഓഫ് റിയൽ ലൈഫ് എന്താണ് എന്നുള്ളത് അതിനൊരു എക്സാമ്പിളോ അങ്ങനെ ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? റിയൽ ലൈഫിലെ കോംപ്ലക്സിറ്റീസ്. ഹലോ, എന്റെ വോയിസ് ക്ലിയർ ആണോ? ആണ് സർ, അറിയില്ല. ആണ് സർ, അറിയില്ലാന്നോ? റിയൽ ലൈഫിൽ ഒരു കോംപ്ലക്സിറ്റീസും ഇല്ലേ? നമ്മൾ നേരിടുന്ന ചലഞ്ചസും വെല്ലുവിളികളൊന്നും ഇല്ലേ? നിങ്ങളൊന്നും റിയൽ ലൈഫിൽ ഒരു പ്രശ്നവും നേരിടുന്നില്ല? ഹലോ, പ്ലാസ്റ്റിക് പ്രശ്നം ഉണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ പകർച്ചവ്യാധികൾ ഒരു പ്രശ്നമുണ്ടോ? അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ റിയൽ ലൈഫിലുണ്ടോ? ഒന്നുമില്ലേ? ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. നമ്മുടെ അഡിക്ഷൻസ് ഇല്ലേ? ഡ്രഗ്സിന്റെ ഉപയോഗങ്ങളില്ലേ? മൊബൈൽ ഫോണിൽ കുട്ടികൾ അഡിക്റ്റ് ആകുന്ന സന്ദർഭങ്ങളില്ലേ? ചലഞ്ചസ് ആണ് ഉദ്ദേശിക്കണതേ. നമ്മുടെ ലൈഫില് റിയൽ ലൈഫിലുള്ള ചലഞ്ചസ് ആണ് ഉദ്ദേശിക്കണേ. ഇത്തരത്തിൽ ഏതെങ്കിലും ഇഷ്യൂ നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു, ക്ലാസ്സിലേക്ക് കൊണ്ടുവരാറുണ്ടോ? കൊണ്ടുവരേണ്ടതുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എങ്ങനെ കൊണ്ടുവരും? ഈ അഡിക്ഷൻ പോലുള്ളതിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അവയർനെസ് പോലെയൊക്കെ പറയില്ലേ? അവയർനെസ് പ്രോഗ്രാംസിനെ കൊണ്ടുവരാം, നടത്താം. പിന്നെ ഡ്രഗ്സ് അഡിക്ഷനെ സങ്കല്പിക്കുക. ഡ്രഗ് അഡിക്ഷൻ, ഡ്രഗ്സ് അഡിക്ഷൻ, അതിനെങ്ങനെ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ടീച്ചർ വരുമ്പോ പ്ലക്കാർഡും പിടിച്ചു വരിക? അല്ല, അങ്ങനെയല്ല. ഉണ്ടാക്കാൻ പറയാം ക്ലാസ് ടൈമിലോ, അല്ലെങ്കിൽ ഉണ്ടാക്കി വരാനോ, പോസ്റ്റർ മേക്കിങ്ങോ. നമ്മളില്ലേ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്നതും സാധാരണ എല്ലാവരും ചെയ്യുന്നതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായി ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, കുറച്ചുകൂടി റിയൽ എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നന്നാവും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോ MDMA ആണ് ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ ഒരു ഡ്രഗ്സ് ആണ് ഉദ്ദേശിക്കുന്നത് സങ്കല്പിക്കുക. ഡ്രഗ് അഡിക്റ്റഡ് ആയ ഒരാളെ ക്ലാസ് കൊടുത്തൂടെ? ഉടനെ എന്ത് സംഭവിക്കും? പ്രശ്നാവില്ലേ? എന്താ പ്രശ്നമാവാ? വയലൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ വയലൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്? എന്ത് വയലൻസ്? അതല്ല, ദാറ്റ് മീൻസ് ഒരാൾ വെള്ളം അടിച്ച് റോഡിൽ കിടക്കുമ്പോ പിടിച്ചിട്ട് വരൂ ക്ലാസ്സിലേക്ക് വരൂ എന്ന് പറഞ്ഞെടുത്തോണ്ട് വല്ല പറയണേ. ഓക്കെ, അയാൾ അഡിക്ഷൻ മാറി. അഡിക്ഷൻ മാറണമെന്നില്ല, അയാളത് യൂസ് ചെയ്യാത്ത സമയത്ത് കൊണ്ടുപോകണം. ബാക്കിയുള്ള സ്റ്റുഡൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ആള് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇമാജിനേഷൻ ആണ്, ഭയങ്കര സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ലൈഫ് വേറെ കളറായിരിക്കും എന്ന് പറയുന്ന വെച്ചിട്ടാ.
അതെ. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ അങ്ങനെ ദാറ്റ് മീൻസ് ഈ എല്ലാ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളുടെയും മൈൻഡിലുള്ള ഒരു തോട്ടം എന്താ പറയുക, ഏറ്റവും കൂടുതൽ അവർ ചിന്തിക്കുന്ന ചിന്ത എന്താ അറിയോ, ഇതെങ്ങനെ ഒഴിവാക്കാന്ന് വെച്ചാൽ ഇതെങ്ങനെ ഒഴിവാക്കാം എന്നാണ്. അവർ ശരിക്കും നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. ഇതേപോലെ ഇനി ഒരാൾ ഈ ലൈഫിലേക്ക് വരരുത് എന്ന ഒരു മെന്റൽ സെറ്റപ്പ് ഉള്ള ഒരാളെ പിടിച്ചുകൊടുത്തിട്ട് ഞാൻ അതിന് ഇരയാണ്, എന്റെ ലൈഫ് ഇങ്ങനെയാണ് കടന്നുപോയത്, ഞാൻ സുന്ദരമായി ജീവിക്കുന്ന ഒരാളായിരുന്നു, എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ചു തുടങ്ങി അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഉപയോഗിച്ചു തുടങ്ങിയ ശേഷം എന്റെ ലൈഫ് ഇങ്ങനെയാണ് മാറിയത്, എനിക്ക് ഇനി പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹം നേരിട്ട് പറയണ അത്ര മോട്ടിവേഷൻ പിന്നെ വേറെ ആരെങ്കിലും പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല. നമ്മളെ മുന്നിൽ അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്, നമ്മൾ വിചാരിച്ചത് കിട്ടും ചെയ്യും. അവർ വന്നിട്ട് ഒരിക്കലും മോട്ടിവേറ്റ് ചെയ്യാനുള്ള സാധ്യത ഇല്ല. സ്റ്റുഡൻസിന് വന്നിട്ട് നിങ്ങൾ എല്ലാവരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് പറയാനുള്ള സാധ്യത ഇല്ല. നമ്മൾ പ്രോഗ്രാം എന്താണ്, അതിന്റെ ലക്ഷ്യം എന്താ പറഞ്ഞു കൊടുത്താല് വളരെ കൃത്യമായിട്ട് നമുക്കത് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇതിന്റെ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോയി നിർത്തിയ ഒരാളെ സംബന്ധിച്ചോ അങ്ങനെയൊക്കെ ഒരാളെ കിട്ടുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ബെറ്റർ. ഓക്കെ, സോ ആ ഒരു റിയൽ ലൈഫിലെ കോംപ്ലക്സിറ്റീസ് നമ്മുടെ ഈ ഒരു ക്ലാസ് റൂമിൽ റെപ്രസെന്റ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. മൂന്നാമത്തെ പോയിന്റ് അത്. രണ്ടാമത്തെ പോയിന്റ് അതായിരുന്നു. Then third one, emphasize knowledge construction instead of knowledge reproduction. നമ്മൾ കൊടുക്കുക കുട്ടികൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നതിനപ്പുറത്ത് സ്റ്റുഡൻസ് ഷുഡ് കൺസ്ട്രക്ട് ദ നോളജ്. കുട്ടികൾ സ്വയം കണ്ടെത്തി പഠിക്കണം. നമ്മളിങ്ങനെ ക്യാപ്സൂൾസ് ആയിട്ട് അല്ലെങ്കിൽ മെഡിസിൻസ് കൊടുക്കണ പോലെ കൊടുക്കരുത് എന്നുള്ളതാണ്. റെഡിമെയ്ഡ് ആൻസറുകൾ കുട്ടികൾക്ക് കൊടുക്കരുത് എന്നുള്ളതാണ് കൺസ്ട്രക്റ്റിവിസം ക്ലാസ് റൂമിന്റെ ഒരു എൻവയോൺമെന്റ്. അവിടെ കുട്ടിക്ക് കൊടുക്കുന്ന പ്രശ്നം ആ കുട്ടി അതിനെ കണ്ടെത്തി പഠിച്ച് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ റെഡിമെയ്ഡ് ആൻസറുകൾ കൊടുക്കരുത്, അത് കൊടുക്കാതിരിക്കുക. കുട്ടി അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യുന്നു, അത് കണ്ടെത്തുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രോസസ്. ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ആൻസർ കൂടെ കൊടുക്കരുത് എന്നർത്ഥം. കുട്ടി കണ്ടെത്തിക്കോട്ടെ, എന്നിട്ട് അത് പ്രസന്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, അത് ശരിയാക്കി കൊടുക്കാം. 4, ഒതന്റിക് ടാസ്ക് ഇൻ മീനിങ് കോണ്ടെക്സ്റ്റ്. കുട്ടികൾക്ക് ഒതന്റിക് ആയ ടാസ്കുകൾ കൊടുക്കണം, നല്ല നല്ല കോണ്ടെക്സ്റ്റുകൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ആ കോണ്ടെക്സ്റ്റിൽ കുട്ടി ടാസ്ക് ബേസ്ഡ് ആയി കാര്യങ്ങൾ ചെയ്യണം. 5, പ്രൊവൈഡ് റിയൽ വേൾഡ് സെറ്റിംഗ്സ് ഓർ കേസ് ബേസ്ഡ് ലേണിംഗ്. ഒരു റിയൽ വേൾഡ് സെറ്റിംഗ്സ് കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം പ്രകൃതി സ്നേഹം ഉണ്ടാക്കാൻ കുട്ടിയെ ക്ലാസ്സിൽ ഇരുത്തി എത്ര പ്രകൃതി പറഞ്ഞാലും പ്രകൃതി സ്നേഹം ഉണ്ടാവില്ല. സോ അത്തരം സിറ്റുവേഷൻക്ക് ആ കുട്ടിയെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻസ് ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. ആൻഡ് കേസ് ബേസ്ഡ് ലേണിംഗ് ആണ്. ഓരോരോ പ്രശ്നം ബേസ്ഡ് ആണ് കുട്ടി എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പെസ്റ്റിസൈഡ്സ്, നമ്മളെ കീട നിയന്ത്രണം അല്ലേ, അത് നിങ്ങളൊക്കെ ചിലപ്പോൾ UP സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓർമ്മ ഉണ്ടാവും? കീടാണുകളെ കുറിച്ചും കീട നിയന്ത്രണത്തെ കുറിച്ചൊക്കെ പഠിച്ച ഓർമ്മ ഉണ്ടാവും? അന്നെങ്ങനെ പഠിച്ചേ? പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. എൻഡോസൾഫാൻ യൂസ് ചെയ്തിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഇല്ലായിരുന്നു. അതൊക്കെ പഠിക്കാം. കാസർഗോഡ് അറിയില്ലല്ലോ ഇവിടെ? കാസർഗോഡ് ആരെങ്കിലുണ്ടോ? കണ്ണൂര് ഇല്ല. അപ്പൊ എൻഡോസൾഫാന്റെ ആപത്തിനെ കുറിച്ചിട്ട് നമ്മൾ എങ്ങനെ പഠിച്ചേ? പഠിച്ചിട്ടുണ്ടെങ്കിൽ പറയും, സമയം വേസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോകും. കുട്ടികളെ ഒരു വികൃത രൂപമായിട്ട് കുട്ടികൾ മാറ്റിന്നോ? വികൃത രൂപമല്ല, അവരുടെ തലയൊക്കെ തടിച്ചിട്ട് ആ ഒരു ഷേപ്പിലൊക്കെ ആയി വന്നില്ലേ? അതല്ല ചോദിക്കണേ, നമ്മളെങ്ങനെ പഠിച്ച രീതി, നമ്മളിവിടെ പഠിക്കുന്നത് ലേണിംഗ് എൻവയോൺമെന്റ് എങ്ങനെ ആവണമെന്നുള്ള. എന്ത് കാണിച്ചു? ഒരു ഡോക്യുമെന്റ് കാണിച്ചു ഓർമ്മയുണ്ട്. ഡോക്യുമെന്റ് കാണിച്ചു. ഓക്കെ, നമുക്ക് മാക്സിമം ചെയ്യാവുന്നത് ഫോട്ടോസ് കാണിക്കുക, വീഡിയോസ് കാണിക്കുക അല്ലെ, അവരുടെ അനുഭവങ്ങൾ അത്തരം ആ ഒരു ഇതിലേക്ക് കുട്ടികൾ കൊണ്ടുപോകുക. അതാണ് നമുക്ക് ക്ലാസ് റൂമിൽ നിലവിൽ കഴിയുക. പക്ഷെ ആക്ച്വലി കാസർഗോഡ് കാരടുക്ക പഞ്ചായത്തോ എന്നൊരു പഞ്ചായത്തുണ്ട്, അവിടെ പിന്നെ ഒരുപാട് മാൽഫോംഡ് ചിൽഡ്രൻസ് ആർ കണ്ടിന്യൂ ടു ബി ബോൺ.
ഇന്നും ഒരുപാട് കുട്ടികൾ ജനിച്ചു വീഴുന്ന കാസർഗോഡിന്റെ ആ മണ്ണിൽ ഒരുപാട് വിപത്തുണ്ടായിട്ടുണ്ട്. സോ അവിടെ നേരിട്ട് സന്ദർശിക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ബെറ്റർ. അപ്പോഴാണ് ശരിക്കും അവരുടെ എന്താണ് അവരുടെ റിയൽ സിറ്റുവേഷൻ, അവരുടെ ലൈഫ് എങ്ങനെയെന്നുള്ളത് മനസ്സിലാവുക. അവിടെ ഒരു ബുക്കിൽ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഷാഫി ചെറുവത്തൂർ എന്ന് പറഞ്ഞ ആളാണ് ആദ്യമായിട്ടൊരു മാൽഫോംഡ് ചിൽഡ്രന്റെ ഫോട്ടോ എടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്യണം, റിയൽ വേൾഡ് സെറ്റിംഗ്സിലേക്ക് അതല്ലെങ്കിൽ കേസ് ബേസ്ഡ് ലേണിംഗിലേക്ക് കുട്ടിനെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. 6, എൻകറേജ് തോട്ട്ഫുൾ റിഫ്ലക്ഷൻ ഓൺ എക്സ്പീരിയൻസ്. നമ്മൾ എന്തൊരു വർക്ക് ചെയ്താലും, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ മുന്നേ പറയുന്നു ഏതൊരു പ്രവർത്തനം ചെയ്യാനും 3 സ്റ്റെപ്പ് ഉണ്ട് പറഞ്ഞില്ലേ. എന്തൊക്കെ ഏതൊരു പ്രവർത്തനം ചെയ്യാനും 3 സ്റ്റെപ്പ് ഉണ്ട് പറഞ്ഞത് ഓർമ്മ? പ്ലാനിങ്, എക്സിക്യൂഷൻ, ഇവാലുവേഷൻ. പ്ലാനിങ്, എക്സിക്യൂഷൻ, ഇവാലുവേഷൻ. ആ ഇവാലുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ. ഓക്കെ, നമ്മൾ ടീച്ച് ചെയ്താലും, നമ്മളൊരു ബ്ലാക്ക് ബോർഡ് എഴുതിയാലും, നമ്മൾ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലും, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും വി ഹാവ് ടു റിഫ്ലക്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കണം. അതാണ് നമ്മളൊരു സെൽഫ് അസസ്മെന്റ് ആണ്, സെൽഫ് ഇവാലുവേഷൻ ആണ് ആക്ച്വലി റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എൻകറേജ് തോട്ട്ഫുൾ റിഫ്ലക്ഷൻ ആണ്. കുട്ടികളെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിന്മേൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങൾ ചെയ്തതിനെ വിലയിരുത്താനും അതിനെക്കുറിച്ച് പറയാനും കുട്ടികൾക്ക് അവസരം ഉണ്ടാവണം. അഥവാ ക്ലാസ്സിൽ എന്ത് ആക്ടിവിറ്റി നടന്നാലും അതിനെ ഇവാലുവേഷൻ എന്നുള്ള അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കണം. ഇപ്പൊ നമ്മൾ ചെയ്ത പ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ എന്താണ് പഠിച്ചത്, എങ്ങനെ ചെയ്താലാണ് ഇത് വൃത്തിയായി ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഇവാലുവേഷൻ നടക്കണം എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ക്ലാസ് റൂമിൽ എന്ത് പ്രോസസ്സ് നടന്നാലും അത് ഇവാലുവേറ്റ് ചെയ്യണം. 7, എനേബിൾ കോണ്ടെക്സ്റ്റ് ആൻഡ് കോണ്ടന്റ് ഡിപ്പെൻഡന്റ് നോളജ് കൺസ്ട്രക്ഷൻ. കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റും കോണ്ടന്റ് ഡിപ്പെൻഡന്റും ആയിട്ടുള്ള നോളജ് കൺസ്ട്രക്ഷൻ നടത്താവുന്നതാണ്. അത് ഓരോരോ കോണ്ടെക്സ്റ്റിൽ ഒരു ലാംഗ്വേജ് പഠിപ്പിക്കുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എന്താണ്, മാർക്കറ്റിൽ എങ്ങനെയാണ്, വീട്ടിൽ എങ്ങനെയാണ്, ഒരു ഓഫീസിൽ എങ്ങനെയാണ്, ഇന്റർവ്യൂ എങ്ങനെയാണ് എന്നുള്ള കുറെ കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള നോളജ് കുട്ടികൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ കോണ്ടന്റ് അഥവാ ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള, അതിന്റെ ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള, അങ്ങനെ പലതരത്തിലുള്ള നോളജുകൾ കുട്ടികൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. 8, സപ്പോർട്ട് കൊളാബറേറ്റീവ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്. ഒരിക്കലും ഒരു കുട്ടി ഒറ്റക്ക് പഠിച്ച് ഒറ്റക്ക് അതിന്റെ ഫലം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത് എന്നുള്ളതാണ്. എപ്പോഴും ഷെയറിംഗ് ആണ്, കൊളാബറേഷൻ ആണ്. പരസ്പരം ഷെയർ ചെയ്തിട്ടും പരസ്പരം പറഞ്ഞു കൊടുത്തിട്ടും ചോദിച്ചിട്ടും പറഞ്ഞിട്ടും വേണം കുട്ടികൾ പഠിക്കാൻ. ഇങ്ങനെ 8 പോയിന്റ്സ് ആണ് ലേണിംഗ് എൻവയോൺമെന്റ് ഫെസിലിറ്റേറ്റിംഗ് കൺസ്ട്രക്റ്റിവിസം എന്നുള്ളതിൽ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാണ്. 1, മൾട്ടിപ്പിൾ റെപ്രസെന്റേഷൻ ഓഫ് റിയാലിറ്റി ഉണ്ടായിരിക്കണം. കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലാസ് റൂമിൽ റെപ്രസെന്റ് ചെയ്യണം. അതുപോലെ തന്നെ നോളജ് കൺസ്ട്രക്ഷൻ ആണ് ക്ലാസ് റൂമിൽ ഉണ്ടാവേണ്ടത്. മീനിങ് ഫുൾ കോണ്ടെക്സ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണം, റിയൽ വേൾഡ് സെറ്റിംഗ്സ് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ റിഫ്ലക്ഷൻ നിർബന്ധമായി ക്ലാസ്സിൽ ഉണ്ടാവണം. അതേപോലെ തന്നെ കോണ്ടെക്സ്റ്റ് ആൻഡ് കോണ്ടന്റ് ഡിപ്പെൻഡന്റ് നോളജ് കൺസ്ട്രക്ട് ചെയ്യണം. അതേപോലെ തന്നെ കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ് കുട്ടികൾക്ക് കൊടുക്കണം. അഥവാ ഗ്രൂപ്പായി കാര്യങ്ങൾ ചെയ്യാൻ പറയണം. ഇനി മീനിങ് ഓഫ് ലേണർ സെന്റേർഡ് ടീച്ചിങ് ആണ്. നമ്മൾ പ്രധാനമായിട്ടും ഇനി 2 തരം ടീച്ചിങ്ങിലേക്ക് പോകും. ലേണർ സെന്റേർഡ് ടീച്ചിങ് ഉണ്ട്, ടീച്ചർ സെന്റേർഡ് ടീച്ചിങ് ഉണ്ട്. അപ്പൊ ലേണർ സെന്റേർഡ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരെ കൺസ്ട്രക്റ്റിവിസം എന്താണെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അതേ ഫീച്ചേഴ്സ് ആണ് ലേണർ സെന്റേർഡ് ടീച്ചിങ്ങിലേക്ക് ഉണ്ടാവുക. ഓക്കെ, സോ കൺസ്ട്രക്റ്റിവിസത്തിനും ലേണർ സെന്റേർഡ് ടീച്ചിങ്ങിനും ഒരേ പോയിന്റ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. രണ്ടിനും സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ മാക്സിമം ആയിരിക്കും. ടീച്ചർ ടോക്കിംഗ് ടൈം TTT അത് വളരെ കുറവായിരിക്കും. ടീച്ചർ വളരെ കുറച്ച് സംസാരിക്കുന്ന ആളും സ്റ്റുഡൻസ് കൂടുതൽ സംസാരിക്കുന്ന ആളുകളായിരിക്കും കൺസ്ട്രക്റ്റിവിസം ക്ലാസ് റൂമിലും ലേണർ സെന്റേർഡ് ക്ലാസ് റൂമിലും. ആൻഡ് പ്ലാൻ ആക്ടിവിറ്റി ഈസ് റിലേറ്റഡ് ടു സ്റ്റുഡൻസ് ലൈഫ് എൻവയോൺമെന്റ്. കുട്ടികളുടെ ലൈഫുമായി കണക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികളാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അതെന്തിനാ കുട്ടികളുടെ ലൈഫുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി പ്ലാൻ ചെയ്യാന്ന് പറയാൻ കാരണം എന്താ? കുട്ടികളുടെ ലൈഫുമായി കണക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറയാനുള്ള കാരണം എന്ത്? വളരെ എന്താ പറയാ, അഭിമാനത്തോടെ അറിയില്ല സർ എന്ന് പറയാൻ വരുന്നുണ്ടാവും. ഓക്കെ, 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, സ്റ്റുഡൻസിന് പെർഫോം ചെയ്യണമെങ്കിൽ അവരുടെ റിയൽ ലൈഫുമായി കണക്ഷൻ ഉള്ള പ്രവർത്തനങ്ങളായിരിക്കണം. 2, നമ്മൾ തിയറി പഠിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പഠിച്ച് അത് ലൈഫിൽ അപ്ലൈ ചെയ്യണമെങ്കിലും അവർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം.
ഓക്കെ, നമ്മളൊരു ഫിഷറീസ് വകുപ്പല്ല, ഒരു പിന്നെ എന്താ പറയാ തീരപ്രദേശത്തൊക്കെ ഒരു സ്കൂളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് സങ്കല്പിക്കുക. അവിടെ കൊടുക്കുന്ന ആക്ടിവിറ്റീസ്, അവിടെ കൊടുക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഫിഷിങ്ങുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അവിടെ പറയുന്ന എക്സാമ്പിൾസ് ഫിഷിങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനമായിരിക്കണം. എങ്കിലാണ് അവർ പഠിച്ചതും ഈ ഫിഷിങ്ങും തമ്മിൽ എന്താണ് ബന്ധം എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവിടെ നമ്മളിപ്പോ ലാംഗ്വേജ് പഠിപ്പിക്കുകയാണെങ്കിലും മാത്സ് പഠിപ്പിക്കുകയാണെങ്കിലും ഒക്കെ അല്ലെ, നമ്മൾ ഒരു കൂട്ടൽ പഠിപ്പിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, എങ്ങനെ കൂട്ടാൻ പറയാ? ഫുള്ള് ക്ലാസ്സിൽ എങ്ങനെ ഒരു കൊട്ടയില് 10 കിലോ മത്തി കൊള്ളും, അപ്പൊ 2 കൊട്ടയിൽ മൊത്തം എത്ര കിലോ കൊള്ളും എന്ന് പറയാം. അതെ, നമ്മൾ എക്സാമ്പിൾസ് ഫുള്ള് കൊട്ട, മത്തി അല്ലെ, തോണി, മീൻ, അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോണം. അവർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മളെ കുട്ടികളടുത്ത് വന്നിട്ട് ഒരു കൊട്ടയിൽ ഫുള്ള് ചാളുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് കൊട്ടയിൽ ചാള ഇല്ലല്ലോ, നമ്മുടെ പാത്രത്തിൽ 10 മീനല്ലേ കണ്ടിട്ടുള്ളൂ എന്ന് ചിന്തിക്കും. പക്ഷെ അവരങ്ങനെ ആവില്ല, അവരതാ കണ്ട് ജീവിച്ചിട്ടുണ്ടാവുക. ഓക്കെ, സോ അതനുസരിച്ചുള്ള ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ് അവർക്ക് പ്ലാൻ ചെയ്യേണ്ടതാണ് കേട്ടോ. 3 ഗ്രൂപ്പ് വർക്ക് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ് ഈസ് ഇമ്പോർട്ടന്റ്. ഗ്രൂപ്പ് വർക്ക് ഉണ്ടായിരിക്കും കൺസ്ട്രക്റ്റീവ്സും ക്ലാസ് റൂമിൽ. അതന്നെയാണ് ലേണർ സെന്റർ ടീച്ചിങ്ങിന്റെയും പ്രത്യേകത. കൊളാബറേറ്റീവ് വർക്കും ഗ്രൂപ്പ് വർക്കും ഒക്കെ ഒന്നായിട്ട് പരിഗണിച്ചാൽ മതി കേട്ടോ. ഗ്രൂപ്പ് വർക്ക് ആൻഡ് കൊളാബറേറ്റീവ് വർക്ക് ഒന്നായി പരിഗണിച്ചാൽ മതി. അഥവാ കുട്ടികൾ കൂടി ഇരുന്ന് പരസ്പരം ഷെയർ ചെയ്തിട്ട് പഠിക്കുന്നു. അതന്നെയാണ് ലേണർ സെന്റർ ടീച്ചിങ്ങും, അതന്നെയാണ് കൺസ്ട്രക്റ്റീവ്സും ക്ലാസ് റൂമിന്റെ പ്രത്യേകതയും. ദെൻ പ്രപ്പോസൽ ആക്ടിവിറ്റീസ് ആണ്. ഡിബേറ്റ് ഒന്നുമില്ല, ഡിബേറ്റ്, സെമിനാർ, പ്രോജക്ട് ബേസ്ഡ് ടീച്ചിങ്, ഫീൽഡ് ട്രിപ്പ്, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്, ബ്രെയിൻ സ്റ്റോമിംഗ്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ളതുണ്ടോ അല്ലെങ്കിൽ പരിചയം കുറവുള്ളതുണ്ടോ? ഹലോ, ബ്രെയിൻ സ്റ്റോമിങ് പഠിച്ചിട്ടുണ്ട്. ഡിബേറ്റ് അറിയില്ലേ? ഡിബേറ്റ് അറിയില്ലേ? ഡിബേറ്റ് അറിയാം. നടത്താൻ എത്ര പേര് വേണം, അല്ലെങ്കിൽ എങ്ങനെ നടത്തണം, അല്ലെങ്കിൽ എന്താ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് പറയും. ഡിബേറ്റ് 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഒരാൾ ഒപ്പോസ് ചെയ്യാ, ഒരാള് അനുകൂലിച്ചിട്ടുള്ളത്. അതിന് അപ്പൊ 2 ടീം വേണം, ഓപ്പോസിഷൻ ടീംസ് വേണം, ഒരാൾ ഫോർ, ഒരാൾ അഗെയിൻസ്റ്റ്, പിന്നെ ഒരാള് മോഡറേറ്റ് ചെയ്യാൻ ഒരു മോഡറേറ്ററും വേണം. റൈറ്റ്. സെമിനാർ ആണെങ്കിലോ? സെമിനാറാണെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ പഠിച്ച് അത് അവതരിപ്പിക്കണം അല്ലേ? കോർഡിനേറ്റർ ഉണ്ടാവും. അതിനൊരു റിപ്പോർട്ട് ഉണ്ടായിരിക്കും, സെമിനാർ റിപ്പോർട്ട് ഉണ്ടായിരിക്കും. റിപ്പോർട്ട് പ്രാധാന്യമുണ്ട്. പ്രൊജക്ട് ബേസ്ഡ് ടീച്ചിങ് ആണെങ്കിലോ? ഒരു പ്രോബ്ലം, അതിനെ കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തി കൂടുതൽ ഡീറ്റെയിൽസ്, അങ്ങനെ പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുക. പ്രൊജക്ട് തയ്യാറാക്കി അവരുടെ ഓരോരോ പ്രോബ്ലംസ് ഓരോ പ്രോജക്റ്റ് ആയി അത് പ്രസന്റ് ചെയ്ത് ടീച്ചർ ടീച്ച് ചെയ്യണം. ദാറ്റ് മീൻസ് അത് ഡിസ്കഷൻ വിധേയമാക്കി പഠിപ്പിക്കണം. ഫീൽഡ് ട്രിപ്പ് അറിയാം. പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ആണെങ്കിലോ? A problem is given to each group. അല്ലേ? They have to find out the solution. അത് സിമ്പിൾ ആണ്. ബ്രെയിൻ സ്റ്റോമിംഗ് ആണെങ്കിലോ? പുതിയ ഐഡിയാസ് ഒക്കെ അതിനെ കുറിച്ചിട്ട് സംസാരിക്കുക. നമ്മളൊരു ടോപ്പിക് കൊടുക്കുക, കുറെ ഐഡിയാസ് കളക്ട് ചെയ്യുക. ആ ഐഡിയാസ് കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ആക്ച്വലി ബ്രെയിൻ സ്റ്റോമിംഗ്. ദെൻ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിലോ? കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടർ ബേസ്ഡ്, ഇപ്പോഴത്തെ കാലത്ത് AI ആയി പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഓൺലൈനായിട്ടോ ഒക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് വർക്ക് കൊടുത്ത് ജോലികൾ ചെയ്യാം. അത് ഓൺലൈൻ ആയിട്ടുണ്ടാവാം, ഓഫ്ലൈൻ ആയിട്ടുണ്ടാവാം, പലതും ഉണ്ടായിരിക്കാം. ഇത് ഒരു കുറച്ച് മോഡൽസ് ആണ്, അല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ്. നമ്മുടെ ലേണർ സെന്റർ ടീച്ചിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ചില പ്രവർത്തനങ്ങളാണ്. ഇതിന് ഡിസ്കോഴ്സസ് എന്ന പേരിലും അറിയപ്പെടും കേട്ടോ. ഡിസ്കോഴ്സസ് എന്ന പേരിൽ അറിയപ്പെടും. ഇനി ഇതിൽ പ്രസന്റേഷൻസ് ഉണ്ടാവും, റോൾ പ്ലേ, സ്കിറ്റ്, മെലോഡ്രാമ, അങ്ങനെയൊക്കെയുള്ള പലതും നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റുഡന്റ് സെന്റേർഡ് ടീച്ചിങ് ആണ്. ഇനി ഈ പറഞ്ഞതന്നെ വീണ്ടും വീണ്ടും പറയൂട്ടതിൽ നമ്മൾ കൺസ്ട്രക്റ്റീവ്സിൽ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ സ്റ്റുഡന്റ് സെന്റേർഡ് ടീച്ചിങ്ങിന്റെ ഇൻട്രോയിൽ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ പറയും.
ഒന്ന് കാറ്ററിംഗ് മൾട്ടി ലേണിംഗ് സ്റ്റൈൽ, അഥവാ കുട്ടികൾക്ക് വ്യത്യസ്തമായ ലേണിംഗ് സ്റ്റൈലുകൾ, ലേണിംഗ് സ്ട്രാറ്റജീസ് ചെയ്യാനുണ്ടാവും. അഥവാ ലേണിംഗ് ബൈ ലിസണിങ്, ഡൂയിങ്, സീയിങ്, ഇങ്ങനെയൊക്കെയുള്ള പലതുണ്ടാവും. ചിലത് കുട്ടികൾ കേട്ട് മനസ്സിലാക്കേണ്ടതായിരിക്കും, ചിലത് ചെയ്ത് നോക്കാനുള്ളതായിരിക്കും, ചിലത് കണ്ട് ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യാനുള്ളതായിരിക്കും, ചിലത് ഇൻഡിവിജ്വൽ ആയിട്ട് ലേൺ ചെയ്യാനുള്ളതായിരിക്കും, ചിലത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരിക്കും. അങ്ങനെ ഡിഫറെന്റ് ലേണിംഗ് എക്സ്പീരിയൻസസ്, ഡിഫറെന്റ് ലേണിംഗ് സ്ട്രാറ്റജീസ് ആർ ദർ. അതാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. നിലവിൽ ടീച്ചിങ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും ഈ ടീച്ചേഴ്സ് ആകാൻ പോകുന്ന ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ക്ലാസ്സിൽ കുട്ടികൾ കേട്ട് പഠിക്കാനും ചെയ്ത് പഠിക്കാനും കണ്ടു പഠിക്കാനും ഒറ്റയ്ക്ക് ചെയ്യാനും ഗ്രൂപ്പായി ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഫുൾ ഗ്രൂപ്പ് വർക്ക് ആയാലുള്ള ഡിസഡ്വാൻറ്റേജ് എന്താ? നമ്മൾ ഫുൾ ഗ്രൂപ്പ് വർക്ക് കൊടുക്കുക, എന്താ ഡിസഡ്വാൻറ്റേജ്? ബാക്കിയുള്ളവരവിടെ കുറച്ചറിയുന്ന ആൾക്കാര് എപ്പോഴും അതിൽ ഇൻവോൾവ് ആവും, അല്ലാത്തവരും ഇങ്ങനെ സൈലന്റ്. പെർഫോമൻസിനുള്ള സാധ്യതകൾ കുറയും അല്ലെ? നല്ല സ്കിൽഡായ കുട്ടികൾക്ക് അവരുടെ സ്കില്ല് എക്സ്പ്ലോർ ചെയ്യാനും അത് ഷോ ചെയ്യാനുള്ള, ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി പറയും. സോ ഗ്രൂപ്പിലും ചെയ്യണം, ഇൻഡിവിജ്വൽ ആയിട്ടും ചെയ്യണം. 2, പ്രൊമോട്ട് ലേണിംഗ് സ്കിൽ ഇൻ സ്റ്റുഡൻസ് ആണ്. അതിൽ അഥവാ ലേണിംഗ് സ്കില്ലുകൾ പ്രൊമോട്ട് ചെയ്യുക, പഠനത്തിന് വേണ്ട സ്കില്ലുകൾ. ഇതിൽ പറയുന്നുണ്ട് റിഫ്ലക്ഷൻ, പ്രോബ്ലം സോൾവിങ്, ഇവാലുവേറ്റിംഗ് വിത്ത് എവിഡൻസ്, അനലൈസിങ്, ആർഗ്യുമെന്റിങ്, റീഡിംഗ് ബുക്സ്. ഇതൊക്കെ പഠിക്കാൻ വേണ്ട സ്കില്ലുകളാണ്. നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാല് ബൈഹാർട്ട് ചെയ്യുക, അതാണ് നമ്മളെ ഏറ്റവും വലിയ സ്കില്ല് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് മെമ്മറൈസിങ്ങിൽ ഏറ്റവും നല്ലതാണ് ആക്ച്വലി. പക്ഷെ ഇവിടെ പഠനം എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് എക്സ്പീരിയൻസസ് ആണല്ലോ. ഒരുപാട് അറിവുകളും തിരിച്ചറിവുകളും അനുഭവങ്ങളും ഉണ്ടാക്കലാണ് പഠനം. സോ അവിടെ വേണ്ട സ്കില്ലുകളാണ് റിഫ്ലക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എന്താണ് ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്തു, അതെങ്ങനെ ഉണ്ടായിരുന്നു, അത് നന്നായോ ഇല്ലയോ എന്നുള്ളതൊക്കെ എനിക്കും സ്വയം വിലയിരുത്താൻ പറ്റണം, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റണം. ദാറ്റ് ഇസ് റിഫ്ലക്ഷൻ. ദെൻ പ്രോബ്ലം സോൾവിങ്, ഞാൻ നേരിട്ടൊരു ഇഷ്യൂനെ സോൾവ് ചെയ്യാൻ വേണ്ട സൊല്യൂഷൻ ഐ ഹാവ് ടു ഫൈൻഡ്, ഞാനത് കണ്ടെത്തണം, അതിന് എനിക്ക് സ്കില്ല് വേണം. ദെൻ ഇവാലുവേഷൻ, അല്ലെ, നമ്മൾ ചെയ്തതിനെ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യണം വിത്ത് എവിഡൻസ്. ഇത് ഇന്ന കാരണത്താൽ ഇത് ഫെയിൽഡ് ആണ്, ഇത് സക്സസ് ആണ്, ഇതൊരു മോഡറേറ്റ് ആയിട്ടുള്ളൂ, ഐ ഹാവ് ടു പെർഫോം മോർ. അതേപോലെ അനലൈസിങ്, ആർഗ്യുമെന്റിങ്. എന്താ ആർഗ്യുമെന്റേഷൻ? ആർഗ്യുമെന്റേഷൻ എന്താ? വാദപ്രതിവാദങ്ങൾ. വാദിച്ച് ജയിക്കാന് നമ്മൾ ഡിബേറ്റ് നടത്തുന്നത് അതിനാണ്. കാരണം ആർഗ്യുമെന്റേഷൻ എന്നുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്, ആർഗ്യുമെന്റേഷൻ അതൊക്കെ ഡെവലപ്പ് ചെയ്യാനാണ്. ദെൻ റീഡിംഗ് ബുക്സ്, അല്ലെ? റീഡിംഗ് ബുക്സ് എന്നുള്ളത് നമ്മുടെ കോഴ്സ് ബുക്ക് മാത്രമല്ല, വൈഡ് റീഡിംഗ്, എക്സ്റ്റെൻഡഡ് റീഡിങ്ങിനുള്ള സോഴ്സസ് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. 3, ഗിവിംഗ് ഇമ്പോർട്ടൻസ് ഫോർ ഗ്രൂപ്പ് ലേണിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്കഷൻ, ഡിബേറ്റ്, പ്രൊജക്ട്, സെമിനാർ, ബ്രെയിൻ സ്റ്റോമിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, ഇതൊക്കെ പറഞ്ഞതാണ്. സോ ഗ്രൂപ്പ് വർക്കുകളെ പ്രൊമോട്ട് ചെയ്യണം. 4, യൂസിങ് സ്റ്റുഡൻസ് പ്രിയർ നോളജ് എഫക്റ്റീവ്ലി. എന്തായിരുന്നു പ്രിയർ നോളജ് എന്ന് പറഞ്ഞാല്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മുന്നറിവുകള്. എന്തിനാണ് മുന്നറിവ് കുട്ടിക്കുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട കാരണം എന്താ? നമ്മൾ പുതിയ ടോപ്പിക് പറയുമ്പോ, അല്ല, അതിനായിട്ട് കണക്ട് ചെയ്തൊരു ടോപ്പിക് പറയുമ്പോ അതിനൊരു ബേസ് ഉണ്ട് എന്നുള്ളൊരു. ന്യൂ നോളജ് ഷാൾ ബി കൺസ്ട്രക്റ്റഡ് അപ്പോൺ പ്രീവിയസ് നോളജ്. പുതിയ അറിവ് എപ്പോഴും പഴയ അറിവിന്മേൽ മാത്രമേ നിർമ്മിക്കപ്പെടുള്ളൂ. അതാണ് അതിന് കറക്റ്റ് ആൻസർ. അങ്ങനെ തന്നെ പറയാൻ ശ്രമിക്കാം. ടീച്ചേഴ്സ് ടീച്ചിങ് ആക്ടിവിറ്റീസ്, അഥവാ ടീച്ചറുടെ ടീച്ചിങ് ആക്ടിവിറ്റീസ് ഡിഫറെന്റ് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കണം. ആർ ടീച്ചേഴ്സ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് സ്റ്റുഡൻസ്. അതുപോലെ തന്നെ ഓരോരോ ടീച്ചർ കൊണ്ടുവരുന്ന ആക്ടിവിറ്റിയിലും കുട്ടികളെ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഫെസിലിറ്റേറ്റ് സ്റ്റുഡൻസ് ടു ലേൺ ബൈ ദംസെൽവ്സ്. സെൽഫ് ലേണിംഗ് നമ്മൾ നേരത്തെ നാൾ പഠിച്ചില്ലേ? സെൽഫ് ലേണിംഗ് പഠിച്ചില്ലേ നമ്മള്? സെൽഫ് ലേണിംഗിലേക്ക് കുട്ടികൾ എത്തിക്കുക. അവർ ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടും സെൽഫ് ലേണിംഗ് നടത്തണം എന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ ഇംഗ്ലീഷിലൊക്കെ ഒരു പാരഗ്രാഫ് പഠിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റെപ്പുകൾ എങ്ങനെ അറിയാം? ആർക്കെങ്കിലും അറിയോ? നിങ്ങൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ എങ്ങനെ പഠിപ്പിക്കലോ എന്ന് പറയാൻ പറ്റുമോ? ഒരു പാരഗ്രാഫ്, ഒരു സ്റ്റോറി, ഒരു പാരഗ്രാഫ് ഉണ്ട്. ആ പാരഗ്രാഫ് കുട്ടി പഠിപ്പിക്കണം. എങ്ങനെ നമ്മൾ പഠിപ്പിക്കുക? മീനിങ് പറഞ്ഞു കൊടുക്കും. നമ്മൾ വായിക്കും, മീനിങ് പറഞ്ഞു കൊടുക്കും. നമ്മൾ വായിക്കും, മീനിങ് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പഠിപ്പിക്കുക. കുട്ടികളെ കൊണ്ട് റീഡ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് മീനിങ് പറഞ്ഞു കൊടുക്കാം. കുട്ടികളെ കൊണ്ട് വായിപ്പിച്ചിട്ട് നമുക്ക് മീനിങ് കൊടുക്കാം. പിന്നെ അറിയോ?
ഓക്കെ, എന്താ പറഞ്ഞ കേട്ടില്ല. അല്ല, അവരോടൊന്ന് വായിച്ചു തരാൻ പറഞ്ഞാൽ അറിയാത്ത വാക്കുകളുടെ അർത്ഥം കണ്ടെത്തി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് ടീച്ചർ. നെക്സ്റ്റ് അണ്ടർലൈൻ എടുക്കാൻ പോകുന്ന അത്ര പേജിന്റെ. കോൺഫിഡൻസ് ഇല്ലാതെ പറയണേ, ചിരിച്ചു പറഞ്ഞ എന്താ? അല്ല, ടീച്ചർ അത് മെത്തേഡ് ആണോ എനിക്കറിയില്ല. ഞങ്ങളോട് അങ്ങനെ ഒരു പ്രാവശ്യം ഒരു ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ അതൊക്കെ 8-ൽ സ്വന്തം പഠിക്കുന്ന വായിച്ചോ? ടീച്ചർ. നമ്മള് പിറ്റേ ദിവസം എടുക്കുന്ന പേജിന്റെ ആ ഭാഗങ്ങള്, നെക്സ്റ്റ് പാരഗ്രാഫുകള്, അതിൽ നമുക്ക് അറിയാത്ത വാക്കുകളുടെ, പുതിയ വാക്കുകളുടെ മീനിങ്ങൾ നമ്മളോട് തന്നെ കണ്ടെത്തി വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മളെ ഒന്നുകൂടി വായിക്കും, നമ്മളുടേതായിട്ട് ഒന്നും കൂടി ഒന്ന് എന്തായിരിക്കും എന്നൊക്കെ ഒന്ന് നമ്മളൊന്ന് വായിച്ചു പോവാം. അപ്പൊ ടീച്ചർ ഒന്നും കൂടി നന്നായിട്ട് പറയുമ്പോൾ ഒന്നും കൂടി ക്യാച്ച് ചെയ്യാൻ പറ്റുമോ, അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതായിരിക്കും ടീച്ചർ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ടാവല്ലേ? അറിയില്ല. ഓക്കെ, അത് ആ ടീച്ചർ ഒരു ക്രിയേറ്റീവ് ടീച്ചറാണ് ഞാൻ പറയും. അതാണ് ശരിക്കും ടീച്ചിങ്ങിന്റെ. കാരണം വെച്ചാല് ഇവിടെ നമുക്കിപ്പോൾ ഉള്ള സ്റ്റെപ്പുകൾ എങ്ങനെ അറിയോ? ആദ്യം സൈലന്റ് റീഡിംഗ് ബൈ ദി സ്റ്റുഡൻസ് ആണ്. ഇപ്പത്തെ ഒരു റീഡിംഗ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ കുട്ടികൾ സൈലന്റ് ആയിട്ട് വായിക്കണം. ആ സമയത്ത് അവര് അറിയാത്ത വാക്കുകളും അവർക്ക് കിട്ടാത്ത വാക്കുകളും അവർക്ക് ഇഷ്ടപ്പെട്ടതും അതൊക്കെ അവർ മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഗ്രൂപ്പിൽ പോകും. ഗ്രൂപ്പ് റീഡിംഗ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. കുട്ടികൾ അവർ പരസ്പരം ഗ്രൂപ്പായിരുന്ന് ആ ഗ്രൂപ്പിൽ അവർ പരസ്പരം വായിക്കുകയും അവരുടെ ഡൗട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്യും. അപ്പൊ അതിൽ പരസ്പരം ആർക്കെങ്കിലും അറിവുകളുണ്ടെങ്കിൽ അത് അവരെന്ത് ചെയ്യും, അവിടെ അവരത് കണ്ടെത്തും. ഇല്ലെങ്കിൽ അവര് ഡിക്ഷണറി നോക്കി കണ്ടെത്തണം. അറിയാത്ത വാക്കിന് മീനിങ് ഡിക്ഷണറി നോക്കി കണ്ടെത്തണം ആ ഗ്രൂപ്പിൽ ഇരുന്നിട്ട്. അങ്ങനെ ഗ്രൂപ്പിൽ നിന്നും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ടീച്ചർ വായിക്കുന്നത്. മനസ്സിലായോ? പിന്നെ ടീച്ചർ വായിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ഗ്രൂപ്പിൽ തന്നെ അവര് മീനിങ് കിട്ടില്ലെങ്കിൽ അത് ഗ്രൂപ്പ് ചോദിക്കും, ടീച്ചർ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അവര് മീനിങ് കണ്ടെത്താനൊക്കെ ശ്രമിക്കും. അതിന് ശേഷമാണ് ടീച്ചർ വായിച്ചു കൊടുക്കുക. അപ്പം കുട്ടികൾ എന്ത് ചെയ്യും, അപ്പോഴേക്കും അവർ 2 പ്രാവശ്യം ആ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഒറ്റക്ക് വായിച്ചിട്ടുണ്ടാവും, ഗ്രൂപ്പിൽ വായിച്ചിട്ടുണ്ടാവും, പല വിധത്തിൽ അതിന് മീനിങ് കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടാവും. എന്നിട്ടും കിട്ടാത്തത് മാത്രമേ ടീച്ചറുടെ ഒരു റീഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതുള്ളൂ. അത്രയും അഡ്വാൻസ്ഡ് ആണ് നമ്മൾ. സോ ആ ഒരു സ്ട്രാറ്റജി നിങ്ങളും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ 7 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റുഡന്റ് സെന്റേർഡ് ടീച്ചിങ് ആണ് പറഞ്ഞത്. മൾട്ടി ലേണിംഗ് സ്റ്റൈൽ കീപ്പ് ചെയ്യണം, സ്റ്റുഡൻസിന് റിഫ്ലക്ട് ചെയ്യാനും അതുപോലെ തന്നെ ലേണിംഗ് സ്കില്ലുകൾ അക്വയർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റേറ്റ് ചെയ്യണം, അതിന് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഗ്രൂപ്പ് ലേണിംഗിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പ്രീവിയസ് നോളജ്, പ്രിയർ നോളജ് എഫക്റ്റീവായി യൂസ് ചെയ്യണം. ടീച്ചിങ് ആക്ടിവിറ്റീസ് ഡിഫറെന്റ് ആയിട്ട് ഉൾപ്പെടുത്തണം. ക്ലാസ് റൂം ആക്ടിവിറ്റീസിൽ സ്റ്റുഡൻസിനെ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ലേൺ ബൈ ദംസെൽവ്സ്, സ്വയം പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. ഇനി നീഡ് ഫോർ ലേണർ സെന്റേർഡ് അപ്രോച്ച് ഇൻ ടീച്ചിങ് ആണ്. എന്തിനാണ് ഇങ്ങനെ കുട്ടികളെ ഇടങ്ങാറാക്കുന്നത്? അതൊരു പാപമല്ലേ? ഇങ്ങനെ കുട്ടികൾ സ്വയം പഠിക്കാനാണെങ്കിൽ സ്കൂളിൽ വരേണ്ട ആവശ്യമുണ്ടോ? വീട്ടിൽ നിന്ന് പഠിച്ചാൽ പോരെ? ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ ഒരു വാദമുണ്ട്. ശരിക്കും എന്താ വെച്ചാല്, നമ്മൾ ഒരു സ്റ്റുഡന്റ് എപ്പോഴാണോ ഒരു പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൽ വർക്ക്ഔട്ട് ചെയ്യണത്, അപ്പൊ മാത്രമേ കുട്ടി കിട്ടുള്ളൂ. അപ്പോഴാ കുട്ടിന്റെ ക്രിട്ടിക്കൽ മൈൻഡ് ഉണരുള്ളൂ. മറ്റേത് ഇങ്ങനെ കുട്ടി വെറും ഒരു റിസീവർ മാത്രമാണ്. ഒരു റെക്കോർഡ് ചെയ്യുന്ന ടേപ്പ് റെക്കോർഡ് പോലെയാണ് കുട്ടിന്റെ ഒരു അവസ്ഥ ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ. സോ എന്തിനാണ് ലേണർ സെന്റേർഡ് അപ്രോച്ച് നമുക്ക് ടീച്ചിങ്ങിൽ കൊണ്ടുവരേണ്ട ആവശ്യകത? നമ്പർ 1, ഡെവലപ്പിംഗ് നോളജ് ബേസ് ഇൻ സ്റ്റുഡൻസ്. അഥവാ അറിവുണ്ടാക്കണമെങ്കിൽ കുട്ടികൾ സ്വയം പഠിച്ചെടുത്തേ പറ്റുള്ളൂ. അഥവാ പഠനത്തിന്റെ റെസ്പോൺസിബിലിറ്റി കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാലേ. നിങ്ങളുടെ പഠനത്തിന് ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്ന് എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ചാർത്തി കൊടുക്കണം. ഇന്നിപ്പോ സ്കൂളിൽ പഠനത്തിന് ഉത്തരവാദിത്തം ആർക്കാ ശരിക്കും? CBSE ആർക്കാണ്? ഗവൺമെന്റ് സ്കൂളിൽ ആർക്കാണ്? കുട്ടി പഠിച്ചില്ലെങ്കിൽ ആരെ സമാധാനം പറയണ്ടേ? CBSE ടീച്ചേഴ്സ്. CBSE ടീച്ചേഴ്സ് സമാധാനം പറയണം. അപ്പോ ഗവൺമെന്റ് സ്കൂളിലാണെങ്കിലോ പാരന്റ്സ് ആണോ? പാരന്റ്സാ? കുട്ടികള്. ആരാണ്? നിങ്ങൾക്ക് കുട്ടികളില്ലേ? ഇല്ല സർ. ഓ സോറി, ഉള്ളവര് പറയുന്നല്ലേ. നാളെ വരുമ്പോഴേക്ക് എന്തായാലും കുട്ടി വേണട്ടോ, അല്ല ക്ലാസ് കയറാൻ പറ്റില്ലേ? സാറേ കുറച്ച് ബുദ്ധിമുട്ടാവൂലേ? ഓക്കെ, അപ്പം അത് ശരിക്കും നമ്മൾ ടീച്ചേഴ്സിന് കുറെ ചാർത്തി കൊടുക്കും. ടീച്ചർ പോരായിട്ടാണ് എന്ന് പറയും. ചിലപ്പോ സ്കൂളിൽ എന്താ പറയാ, ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ടാന്ന് പറയും. ചിലപ്പോൾ HM പോരാത്തതുകൊണ്ടാന്ന് പറയും. ആക്ച്വലി കുട്ടികളും നമ്മൾ ഈ ലേണിംഗ് എന്ന് പറഞ്ഞാല് ഞാനൊക്കെ പറയാറുള്ളത് ഒരു ത്രികോണത്തിന്റെ 3 ഡോട്ട് പോലെയാണെന്ന് പറയാറുള്ളത്. ഒരു ഭാഗത്ത് കുട്ടികളുണ്ട്, മറ്റൊരു ഭാഗത്ത് പാരന്റ്സ് ഉണ്ട്, മറ്റൊരു ഭാഗത്ത് ടീച്ചേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും 3 ഒരുമിച്ച് പ്രവർത്തിച്ചാലാണ് ഒരു ഓട്ടോറിക്ഷന്റെ അല്ലെങ്കിൽ ഒരു
റിക്ഷോന്റെ 3 ചക്രം പോലെയാണ് എന്നൊക്കെ പറയാറുണ്ട്. അത് 3, 4 പറയാറുണ്ട്, മാനേജ്മെന്റിനോട് കൂട്ടാറുണ്ട്. മൂന്നും ഒരുമിച്ച് റൺ ചെയ്താലാണ് അത് സക്സസ് ഉണ്ടാവുക. ഏതെങ്കിലും ഒരു ഭാഗത്ത് വീക്ക് ആണെങ്കിൽ നിർബന്ധമായിട്ട് കുട്ടി വീക്ക് ആയിക്കൊണ്ടിരിക്കും. പാരന്റ്സിന്റെ അറ്റൻഷൻ കിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് കുട്ടി വീക്കാവും. സ്റ്റുഡൻസ് സ്വന്തം ഒരു മോട്ടിവേഷൻ ഇല്ലെങ്കിൽ, സെൽഫ് മോട്ടിവേഷൻ ഇല്ലെങ്കിൽ വീക്ക് ആയി പോകും. ടീച്ചേഴ്സ് തീരെ ക്രിയേറ്റീവ് അല്ലെങ്കിലും അത് വീക്ക് ആയി പോകും. അങ്ങനെ എല്ലാത്തിനും കാരണക്കാരാവാം. സോ ഇവിടെ പറയണത്, ഒന്ന് കുട്ടിന്റെ നോളജ് ബേസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ലേണർ സെന്റേർഡ് അപ്രോച്ച് വേണം. 2, ഡെവലപ്പിംഗ് സ്ട്രാറ്റജിക് പ്രോസസിംഗ് ആൻഡ് എക്സിക്യൂട്ടീവ് കൺട്രോൾ ഓഫ് വൺ തോട്ട് ആൻഡ് ബിഹേവിയർ. കുട്ടിന്റെ ലേണിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ലേണിംഗ് പ്രോസസ് അത് ഡെവലപ്ഡ് ആവണമെങ്കിൽ അത് കൃത്യമായി അതിന്റെ എക്സിക്യൂഷൻ കൺട്രോൾ, അത് എങ്ങനെ ലേണിംഗ് നടത്തണം, എങ്ങനെയാണ് എന്റെ മനസ്സിലേക്ക് അത് പതിയുക എന്നുള്ള സാധനങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അത് കുട്ടികൾക്ക് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇതറിയോ, നമുക്ക് പലതരം മെമ്മറീസ് ഉണ്ട്. അറിയോ, ഓഡിറ്ററി മെമ്മറി, ടാക്ടൈൽ മെമ്മറി എന്ന് പറഞ്ഞ മെമ്മറീസ് പലതരം ഉണ്ട്. കേട്ടണോ? ഇല്ല സർ. അങ്ങനെ കേട്ടണോ? ചില ആളുകൾക്ക് വായിച്ചാലാണ് പഠിക്കുക, ചില ആളുകൾക്ക് എഴുതിയാലാണ് പഠിക്കുക, ചില ആളുകൾക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പെട്ടെന്ന് പഠിക്കുക. അങ്ങനെ കേട്ടണോ? അങ്ങനെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ നാടൻ ഭാഷയിൽ അങ്ങനെ പറയാന്ന് മാത്രം. നമ്മൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആകുമ്പോൾ അത് എനിക്ക് ഓഡിറ്ററി മെമ്മറിയാണ്. കാരണം കേൾക്കുന്നതാണ് പെട്ടെന്ന് ഓർത്തെക്കാൻ പറ്റുക. ഓക്കെ, അപ്പൊ അത്തരത്തിൽ പല മെമ്മറീസ് ഉണ്ട്. നമ്മള് സൈക്കോളജിന്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ദെൻ 3 മോട്ടിവേഷൻ ആൻഡ് അഫക്റ്റ് ആണ്. അഥവാ കുട്ടിക്ക് പഠനത്തിലൊരു മോട്ടിവേഷൻ വേണമെങ്കിൽ കുട്ടി അതിൽ ഇൻവോൾവഡ് ആകണം. കുട്ടിന്റെ മൂഡ്, കുട്ടിന്റെ ഇൻട്രസ്റ്റ്, കുട്ടിന്റെ ആറ്റിറ്റ്യൂഡ് അതെല്ലാം ഈ പഠനത്തിലേക്ക് എന്ത് ചെയ്യണം, കണക്റ്റഡ് ആവണം എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി സ്റ്റുഡൻസിനെ ലേണിങ്ങിലേക്ക് ഇൻവോൾവഡ് ആക്കണം എന്നുള്ളതാണ് പറയുന്നത്. പണ്ടൊക്കെ പറഞ്ഞാല് ഈ ബിഹേവിയർസ് ഒക്കെ ഉണ്ടായ സമയത്ത് കുട്ടിക്ക് ക്ലാസ് റൂമിൽ പ്രത്യേകിച്ച് ഒരു റോൾ ഉണ്ടായിരുന്നില്ല. കുട്ടി ചെല്ലുന്നു, അവിടെ ഇരിക്കുന്നു, ടീച്ചേഴ്സ് കുറെ ക്ലാസ് എടുക്കുന്നു, കുട്ടി അത് കേൾക്കുന്നു, എഴുതുന്നു, തിരിച്ചു പോരുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്ന് പറഞ്ഞാല് നമുക്കറിയാലോ, A to Z എന്ന് പറയുന്ന മാതിരി സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. അത് ഏതൊരു പ്രവർത്തനത്തിലും, പഠന പ്രവർത്തനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. സോ അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡ്യൂട്ടി. 4 ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, സ്റ്റുഡന്റ് സെന്റേർഡ് അപ്രോച്ച് ആയാലാണ് ഓരോ കുട്ടിയും ഡെവലപ്ഡ് ആയി വരുള്ളൂ. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് കൂടണോ കുറയണോ? ക്ലാസ് റൂമിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കൂടണോ കുറയണോ? എന്തൊരു ചോദ്യം അല്ലേ? അതെ, നിങ്ങൾ ആൻസർ പറയും. എസ് ഓർ നോ ആണല്ലോ. കൂടണം. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണോ? ശരിക്കും ആലോചിച്ചിട്ട് പറഞ്ഞോ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് കൂടണോ കുറയണോ? കുറവാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് എളുപ്പ, പെട്ടെന്ന് പോർഷൻസ് നീങ്ങിപ്പോവില്ലേ? ഓക്കെ, ഞാൻ നല്ലൊരു യുവതലമുറയെ കെട്ടിപ്പടുക്കാൻ നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ് കൂടണം. അങ്ങനെ കൂടണമെങ്കിൽ ഓരോ കുട്ടീനെ എന്ത് ചെയ്യണം, ഈ പ്രവർത്തനങ്ങളിൽ എൻഗേജഡ് ആക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവുക ഇന്ന വ്യക്തിനെ ഇന്നതിനെ പറ്റുക, ഇവന് ഇതാണ് കഴിവ്, അവനെ കൊണ്ട് അതാണ് കഴിവ് എന്ന് മനസ്സിലാവുക. ആലോചിച്ചാണേ, നമ്മള് ഒരു 50 കുട്ടികളുണ്ട്. 50 കുട്ടികളെ നമ്മൾ ഒരു കണ്ടന്റ് നമ്മളിങ്ങനെ പ്രസംഗിച്ചു, നമ്മളിങ്ങനെ ക്ലാസ് എടുത്തു, അവരിങ്ങനെ കേട്ടിരുന്നു. ഇതിൽ ആർക്കാണ് കഴിവുള്ളത്, ആരാണ് കഴിവ് കൂടിയത്, ആരാണ് കഴിവ് കുറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? മനസ്സിലാക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ലേണർ സെന്റേർഡ് അപ്രോച്ച് വേണം എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ കുട്ടികളുണ്ടല്ലോ, നമ്മൾ സ്കൂളിൽ പോകുമ്പോഴേ ഈ പാരന്റ്സ് മീറ്റിങ്ങിൽ പോകുമ്പോൾ ടീച്ചേഴ്സിനെ വിളിച്ചാൽ മതി, അല്ല ടീച്ചറെ ഇവൻ എന്തൊക്കെ കഴിവുള്ളത്, അല്ലെങ്കിൽ ഓന് എന്തിനാണ് ബാക്കിലുള്ളത്. ആ ടീച്ചർ അവന്റെ ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ, സോഷ്യൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇത് ഇന്ന മേഖലയും ഉഷാറാണ്, ഇന്ന മേഖലയും കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനുണ്ട്, ഇന്ന മേഖല ആവറേജ് ആണ് എന്ന് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടെങ്കിലേ ആ ടീച്ചർ നല്ല ടീച്ചർ എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ മുന്നിലുള്ള കുട്ടിനെ ഓരോ കുട്ടിയെ കുറിച്ചും ഇന്ന വ്യക്തിക്ക് ഇന്ന ഇതിൽ കഴിവുണ്ട്, ഇന്ന ഇതിലാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ, ഗൈഡ് ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിൽ വെക്കുക. ഓക്കെ, ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പറഞ്ഞപ്പോ വേറെ എന്തോ ഒരു സാധനം പറയാൻ വേണ്ടി വന്നു, പക്ഷെ അത് മറന്നുപോയി. എന്തോ ഒരു എക്സ്ട്രാ പോയിന്റ് അതിൽ പറയാൻ വിചാരിച്ചു വന്നു, കിട്ടില്ല. 5 ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ എൻവയോൺമെന്റ് ഇൻ ലേണിംഗ്. അഥവാ സോഷ്യൽ എൻവയോൺമെന്റ് ലേണിംഗിൽ ഇൻഫ്ലുവൻസ് ചെയ്യണം.
ചെയ്യും. കാരണം സൊസൈറ്റിയുമായി കണക്ട് ചെയ്യണം, സോഷ്യൽ വാല്യൂസ് കുട്ടികൾക്ക് കിട്ടും. സോ സോഷ്യൽ ഇൻഫ്ലുവൻസ് കുട്ടികളിൽ കൂടുന്നുള്ളതാണ്. ഇവിടെ കൺസ്ട്രക്റ്റീവ് സൈക്കോളജിസ്റ്റ് സജസ്റ്റഡ് സോഷ്യൽ ഇന്ററാക്ഷൻ. അതുകൊണ്ടാണ് സോഷ്യൽ ഇന്ററാക്ഷൻ വേണം. ഞാൻ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി ഏതാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ഓർമ്മ? ഇപ്പൊ വെറും കൺസ്ട്രക്റ്റീവ്സ് അല്ല, ഇപ്പൊ എന്ത് കൺസ്ട്രക്റ്റീവ്സ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്? ഹലോ, കേൾക്കുന്നുണ്ടോ? ആരോ ഒരാള് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഭയങ്കര മഴ ചെയ്യുന്ന സൗണ്ട് ഉണ്ട്. ഇപ്പൊ സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് ആണ് പഠിച്ചുകൊടുക്കുന്നത്. ഇതിന്റെ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു തന്നെ. ഞാൻ ഓർക്കുണ്ടോ? ഒരു ഇമ്പോഷൻ തട്ടുന്നാല് ഒരു ഇമ്പോഷൻ തരട്ടെ? എന്താ നിങ്ങള് പറയാത്ത? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലേ? വേണ്ട സർ, ഒരു ചെറിയ ഇമ്പോസിഷൻ. വേണ്ട സർ, അതിനും കൂടി സമയമല്ല. ഒരു ഒരു മിനിറ്റ് വേണ്ട. ഓ ആയിക്കോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, അടുത്ത ചാൻസ് നോക്കാം. ഇമ്പോസിഷൻ പാടില്ല എന്നാണ് പറഞ്ഞത് സാർ ഞങ്ങളുടെ ഇവിടെ. അല്ല, പാടും. ഇമ്പോസിഷൻ പാടും. സോ ലേണിംഗ് ഈസ് എ സോഷ്യൽ പ്രോസസ് ആട്ടോ. സോ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നുള്ള ആ ഒരു പുതിയ സ്ട്രാറ്റജി കൊണ്ടുവരാനുള്ള കാരണം സ്റ്റുഡൻസ് ഷുഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് സൊസൈറ്റി എന്നുള്ളതാണ്. അങ്ങനെ കുട്ടികൾ പഠിക്കട്ടെ എന്നാണ്. സമൂഹവുമായി സമ്പർക്കത്തിലായി കുട്ടികൾ അറിവ് നേടട്ടെ എന്നാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ലേണർ സെന്റേർഡ് അപ്രോച്ച് നിർബന്ധമായിട്ടും വേണം. ഇനി നമുക്ക് പിന്നെ ടീച്ചർ സെന്റേർഡ് ടീച്ചിങ്ങിലേക്കാണ് പോകാനുള്ളത് കേട്ടോ. അടുത്തൊരു പോയിന്റിലേക്ക് അങ്ങനെ പോകുന്നത് ടീച്ചർ സെന്റേർഡ് ടീച്ചിങ് ആണ്. സോ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓപ്പോസിറ്റ് എന്ന് പറയാൻ കഴിയില്ല എങ്കിലും ഇപ്പൊ ടീച്ചർ ആയിരിക്കും ഹീറോ അല്ലെ. ഐ ആം ദ സ്റ്റേറ്റ് ആഫ്റ്റർ മീ ഡെല്യൂജ്. ആരാ പറഞ്ഞറിയെങ്കിൽ? വേണ്ടാത്തത് നല്ലോണം ഓർമ്മയുണ്ട്. സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് അറിയില്ലെങ്കിലും എന്നോ ലൂയി 14 പറഞ്ഞു വെച്ച ആ സെന്റൻസ് എനിക്ക് ഓർമ്മയുണ്ട്. ശരിക്കും അത് ഓർത്തുക്കിടീനാണെങ്കിൽ ഇമ്പോഷൻ തരല്. ഓക്കെ, അപ്പോ ടീച്ചർ ഫങ്ഷൻസ് ആക്റ്റീവ്ലി ആണ്. ടീച്ചർ ഇങ്ങനെ ക്ലാസ് കൂടി കിടന്ന് ഇങ്ങനെ ഓടി കളിക്കണ്ടാവും അല്ലെ, ടീച്ചറിനെ ഇങ്ങനെ എല്ലാം. ദെൻ സ്റ്റുഡൻസ് സിറ്റ് പാസീവ്ലി. കുട്ടികൾ ഇങ്ങനെ പേടിച്ച് ഇരിക്കണ്ട. ഞാൻ ഇപ്പോഴത്തെ റീല് കണ്ടേ, നിങ്ങളെ കണ്ടോ എനിക്കറിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെൺകുട്ടിന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. കുട്ടികൾ ഇന്ന് പേടിച്ചരണ്ട് ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. എപ്പോൾ വെള്ളം കുടിക്കണം, എപ്പോൾ മൂത്രം ഒഴിക്കണം, എപ്പോൾ എണീറ്റ് നിൽക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കപ്പെടുന്നത് അധ്യാപകരാണ്. കുട്ടികൾ ഇന്ന് അങ്ങനെ എന്താ പറയുക, ഒരു പേടിച്ച് അച്ചടക്കം പഠിക്കുന്ന സിറ്റുവേഷൻ ആണ് ക്ലാസ് റൂമുകളിൽ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്പീച്ച് കേട്ടിനോ? ഇല്ലല്ലേ? ഇനി കാണണ ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അതൊരു ഒരു ചിന്താഭാവമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. Then there is no classroom communication is one way. അഥവാ ടീച്ചർ ഇങ്ങനെ പറയും അല്ലെ, ടീച്ചർ പറയും, കുട്ടികൾ അതിങ്ങനെ കേൾക്കുക. നമ്മൾ റേഡിയോന്റെ പോലെ, റേഡിയോ അങ്ങനല്ലേ? അതെ, അതുപോലെ. Then there is no scope for students interaction. കുട്ടികളുടെ അഭിപ്രായത്തിന് വാല്യൂ ഇല്ല, അവരുടെ ഇന്ററാക്ഷന് വാല്യൂ ഇല്ല, അവരുടെ ഇമോഷന് വാല്യൂ ഇല്ല, അവരുടെ പെർഫോമൻസിന്, അവരുടെ സ്കില്ലിന്, അവരുടെ ആറ്റിറ്റ്യൂഡിന്, ഇതിനൊന്നും വാല്യൂ ഇല്ല. ടീച്ചറുടെ സ്കില്ലും ടീച്ചറുടെ ആറ്റിറ്റ്യൂഡും മാത്രം ഇമ്പോർട്ടന്റ്. ലെക്ചർ മെത്തേഡ്, ടീം ടീച്ചിങ്, ക്ലാസ് റൂം ഡിസ്കഷൻ, ഡെമോൺസ്ട്രേഷൻ ഒക്കെ അതിന്റെ ഉദാഹരണമാണ്. ഇതൊക്കെ ടീച്ചേഴ്സ് മാത്രം എൻഗേജ്ഡ് ആകുന്ന പ്രോഗ്രാംസ് എന്നുള്ളവർക്ക് പറഞ്ഞതാണ് കേട്ടോ. ഇനി ടീച്ചേഴ്സ് ആൻഡ് ടീച്ചിങ്ങിന് അഡ്വാൻറ്റേജുകൾ ഉണ്ട് അല്ലെ. നിങ്ങൾ ശരിക്കും ഇപ്പൊ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ആരാ കൂടുതൽ സംസാരിക്കുക? നിങ്ങളാണോ സ്റ്റുഡൻസ് ആണോ? ടീച്ചർ സെന്റേഡ് ആണോ ലേണർ സെന്റേഡ് ആണോ നിങ്ങളുടെ ക്ലാസ് റൂം? ഏത് ടോപ്പിക് ആണെങ്കിലും ടീച്ചർ സെന്റേഡ് ആയിരിക്കും, ഐ തിങ്ക്. നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് നന്നാവോ? നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുവോ? ഇല്ല. കിട്ടൂല. കുട്ടികൾ ചെയ്തൊന്നും ശരിയാവൂലെന്ന് അല്ലേ?
കുട്ടികൾ ചെയ്താൽ ശരിയാവില്ല, കുട്ടികൾ ചെയ്താൽ അത് പെർഫെക്റ്റ് ആവില്ല, കുട്ടികൾ ചെയ്താൽ സ്പീഡ് ആവില്ല, അങ്ങനെ പല പല വിധത്തിലുള്ള വിശ്വാസങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ സാലറി മേടിക്കണ പോലെ തോന്നും. അതെ അതെ അല്ല, നമ്മൾ ഒരു സാലറി വാങ്ങുമ്പോ അതിന് വർക്ക് ചെയ്യണ്ട അല്ലേ? ഞങ്ങൾ ഇവിടെ പറയാറുണ്ട് സാലറി ഹലാലാക്കണമെന്ന്, അതേമാതിരി. ഓക്കെ, സോ അഡ്വാൻറ്റേജസ് ഓഫ് ടീച്ചർ സെന്റേഡ് ടീച്ചിങ് ആണ് കേട്ടോ. ഒന്ന്, ക്ലാസ് റൂം വിൽ ബി ക്വയറ്റ് ആൻഡ് ഓർഡർലി. കുട്ടികൾ ഭയങ്കര സൈലന്റ് ആയി, ഭയങ്കര ക്വയറ്റ് ആയി അല്ലെ, നല്ല ക്ലാസ് റൂം കൺട്രോള്, ക്ലാസ് റൂം മാനേജ്മെന്റ് ഒക്കെയാണ് ഉണ്ടാവും. അത് പറയുമ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, ആക്ച്വലി വാട്ട് ഈസ് ക്ലാസ് റൂം മാനേജ്മെന്റ്? സിലബസിന് പുറത്തുള്ളതാണ്, നമ്മൾ അറിയേണ്ടതാണ്. എന്നാലും ഈ ക്ലാസ് റൂം മാനേജ്മെന്റ് പറഞ്ഞാൽ എന്താ? വൈഡായ കൺസെപ്റ്റിൽ വേണോ നാനോ ആയ കൺസെപ്റ്റ് ആണോ സാർ ഉദ്ദേശിച്ച്? ഈ വൈഡ് എന്നൊക്കെ പറയുമ്പോൾ വേൾഡ് വൈഡ് ഒക്കെ ആവുമോ? അങ്ങനെയല്ല, ഒരു പരമ്പരാഗതമായ രീതിയിൽ ക്ലാസ് കൺട്രോൾ ചെയ്യുക പറഞ്ഞ എല്ലാവരും അച്ചടക്കം മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് ടീച്ചർ എന്താണോ പറയുന്നത് മാത്രം കേൾക്കുക, ആരും അങ്ങോട്ടും കുശു കുശൊന്നും പറയാതിരിക്കുക, അങ്ങനെ നീറ്റ് നടക്കാതിരിക്കുക, ഇരുന്നോടത്ത് ബെല്ലടിക്കുന്നവരെ, അങ്ങനെ ആ ഒരു നാനോ കൺസെപ്റ്റ് ആണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാ. വൈഡ് കൺസെപ്റ്റ് എങ്ങനെ? വൈഡ് ആകുമ്പോ അവർക്ക് പറയാനുള്ളത് പറയാനും എക്സ്പ്രസ് ചെയ്യാനും ഒന്നും കൂടി അറിയില്ല സാർ, ഒന്നും കൂടി ബൃഹത്തായ പുതിയ ചിന്താഗതിയിലുള്ള മാനേജ്മെന്റ് ആവുമല്ലോ. അതെ, ഈ ടഫായ മലയാളം വേർഡ്സ് കേട്ടിയാണ്ട് ഞങ്ങൾക്ക് തിരിയില്ല എന്ന് വിചാരിക്കരുത്. അങ്ങനെ ഞാൻ ടഫായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ ഓക്കെ, വേറെ ആർക്കും അഭിപ്രായം ഉണ്ടോ ക്ലാസ് മാനേജ്മെന്റ് എന്താണെന്നുള്ളതിൽ? ക്ലാസ് റൂമിൽ ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചറുടെ ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഏതായാലും പറഞ്ഞു നോക്കണ്ടല്ലോ, അതാണ് വലുത്. ക്ലാസ് റൂം മാനേജ്മെന്റ് ആക്ച്വലി നമുക്ക് പഠിപ്പിക്കാനുള്ള ഒരു ടോപ്പിക് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ, എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്ന രൂപത്തിൽ, അവർക്ക് വേണ്ട സ്കില്ലുകൾ കിട്ടുന്ന രൂപത്തിൽ അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം, അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, അതെങ്ങനെ മാനേജ് ചെയ്യാം, അതാണ് ആക്ച്വലി ക്ലാസ് മാനേജ്മെന്റ് പറഞ്ഞാല്. പക്ഷെ പൊതുവെ ക്ലാസ് മാനേജ്മെന്റ് പറയപ്പെടാം ഈ പറഞ്ഞ പോലെ കുട്ടികൾ ഉണ്ടാതിരിക്കണം, അനങ്ങരുത്, തല തിരിക്കരുത്, കുശുകുശു പറയരുത്, എണീറ്റ് നടക്കരുത്, മൂത്രയിക്കാൻ പോകരുത്, വെള്ളം കുടിക്കരുത്, ഇതൊക്കെയാണ് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്നാണ് സാധാരണഗതിയിൽ ചിന്തിച്ചു വെച്ചിരിക്കണേ അല്ലെ? സോ അങ്ങനെ ക്ലാസ് റൂം വേണമെങ്കിൽ ടീച്ചേഴ്സിന്റെ ക്ലാസ് റൂം ആക്കിയാൽ മതി. 2, ടീച്ചർ ഗെറ്റ്സ് മോർ ഓപ്പർച്യൂണിറ്റീസ് ടു മോണിറ്റർ ആൻഡ് കൺട്രോൾ ദ ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ്. എന്ത് വർക്ക് കൊടുത്താലും ടീച്ചർ ആയിരിക്കണം അവിടെ രാജാവ്, കാരണം കുട്ടികൾ ഫുള്ള് നെട്ടിച്ച് നിർത്തിയിട്ടുണ്ടാവും. 3, ഹെൽപ് സ്റ്റുഡൻസ് ടു അച്ചീവ് ലോവർ ഓർഡർ കോഗ്നിറ്റീവ് ഒബ്ജക്റ്റീവ്സ്. ഇവിടെ കുട്ടികൾക്കുണ്ടല്ലോ ഒരുപാട് ചിന്തിച്ച് ഭയങ്കര ഹയർ ഓർഡർ ഒബ്ജക്റ്റീവിലേക്ക് പോകില്ല, ഹയർ ഓർഡർ തിങ്കിങ്ങിലേക്ക് പോകില്ല. കാരണം ടീച്ചറാണ് പ്രധാനപ്പെട്ട ഫുൾ ടഫ് ആയതെല്ലാം പറയുന്നത്. കുട്ടികൾ ജസ്റ്റ് ചെറിയ ചെറിയ പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി. അതുകൊണ്ട് ലോവർ ഓർഡർ കോഗ്നിറ്റീവ് ഒബ്ജക്റ്റീവ് മാത്രമേ കുട്ടികൾക്ക് കിട്ടുള്ളൂ. 4, എനേബിൾ സ്റ്റുഡൻസ് ലേൺ മോർ എമൗണ്ട് ഓഫ് സബ്ജക്ട് കോണ്ടന്റ്, അഥവാ എനേബിൾ സ്റ്റുഡൻസ് ലേൺ മോർ എമൗണ്ട് ഓഫ് സബ്ജക്ട്. കാരണം ഒരു കുറച്ച് സമയം കൊണ്ട് ടീച്ചർ ഒരുപാട് പഠിപ്പിക്കും അല്ലെ? നമുക്ക് വേണമെങ്കിൽ അരമണിക്കൂർ മിണ്ടാതെ നിന്നാല് ഒരു 4-5 ടോപ്പിക് പഠിപ്പിക്കാൻ പറ്റും. കുട്ടികൾക്ക് കൊടുത്ത് പഠിക്കുമ്പോൾ കുറെ സമയം എടുക്കും. സോ ടൈം കൺസ്യൂമിംഗ് ആണ്. അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് പഠിപ്പിക്കാൻ പറ്റും ടീച്ചർ സെന്റഡ് ആണെങ്കിൽ. പോർഷൻ തീർക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ടീച്ചർ സെന്റഡ് ആക്കിയിട്ട് പഠിപ്പിച്ചാൽ മതി. 5, ടീച്ചർ ക്യാൻ ഡെലിവർ ലാർജ് എമൗണ്ട് ഓഫ് സബ്ജക്ട് കോണ്ടന്റ്. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, റിപ്പീറ്റ് ചെയ്യണില്ല. 6, ഇറ്റ് ഈസ് മോർ ഫ്ലെക്സിബിൾ. ടീച്ചർ കുഡ് പ്ലാൻ ഹിസ് ടീച്ചിങ്. ഞാൻ എന്ത് പറയണം, ആരെന്ത് ചെയ്യണം, ഈ 40 മിനിറ്റ് ഈ ക്ലാസ് റൂമിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും, അതുപോലെ നടപ്പിലാക്കും. അതാണ് ടീച്ചർ സെന്റേഡ് ടീച്ചിങ്. നമ്മുടെ കൺസ്ട്രക്റ്റിവിസത്തിന് നേരെ എതിരാണ്. ശരിക്കും ഒരു ടീച്ചർക്ക് അവിടെ എന്ത് സംഭവിക്കുന്നത് കൃത്യമായി പ്ലാൻ ചെയ്യാൻ പറ്റൂല. കാരണം കുട്ടികൾ പലതരത്തിലേക്ക് ചിന്തിക്കും, പലതരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, പലതരത്തിൽ അവരുടെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തേക്കാം. കൺസ്ട്രക്റ്റിവിസത്തിൽ കേട്ടോ. ടീച്ചർ സെന്റേഡ് ആകുമ്പോൾ അങ്ങനെ സംഭവങ്ങളേ ഇല്ല. 7, ടീച്ചർ ക്യാൻ അഡോപ്റ്റ് വെറൈറ്റി ഓഫ് ടീച്ചിങ് സ്ട്രാറ്റജീസ്. ടീച്ചറിന്റെ രാജാവ്, ടീച്ചർ മാത്രമാണ് സംസാരിക്കുന്നത്. ടീച്ചർക്ക് എന്ത് സ്ട്രാറ്റജി കൊണ്ടുവരാം, കാരണം ടീച്ചർ ഈസ് എന്താണ്? കിങ്. The king. Yes, very good. 8, ടീച്ചർ കുഡ് മോട്ടിവേറ്റ് ദ സ്റ്റുഡൻസ് വെർബലി ആൻഡ് നോൺ വെർബലി. ടീച്ചർക്ക് പറയും നന്നായി പഠിക്കണം, നിങ്ങളെല്ലാം അടിപൊളിയായിട്ട് പഠിക്കണം, നാളെ വരുമ്പോഴേക്കും എല്ലാവരും ഇത് മനപ്പാടാക്കി വരണം, ഒറ്റ പോയിന്റ് മിസ്സാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ടീച്ചർക്ക് ഭയങ്കരമായി മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ടീച്ചർ ആണല്ലോ എല്ലാം. 9, ഇറ്റ് ഹെൽപ്സ് ടീച്ചർ ടു എൻഷുർ കണ്ടിന്യൂറ്റി.
അല്ലെ? ഇന്ന് ഞാൻ 4 പേജ് പഠിപ്പിക്കും, നാളെ ഞാൻ 5 to 8 പഠിപ്പിക്കും, മറ്റന്നാൾ 9 to 12 പഠിപ്പിക്കും. വളരെ കൃത്യമായി പ്ലാൻ ചെയ്യാൻ പറ്റും. കാരണം കുട്ടികളൊന്നും ചോദിക്കുന്നില്ല, കുട്ടികളുടെ സംശയങ്ങൾക്ക് പ്രാധാന്യമില്ല, കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് പ്രാധാന്യമില്ല. 10 ടീച്ചേഴ്സ് പേഴ്സണാലിറ്റി ആൻഡ് ഫ്ലുവന്റ് ലാംഗ്വേജ് സ്റ്റിമുലേറ്റ് സ്റ്റുഡൻസ് ടു ലേൺ വിത്ത് എന്തൂസിയാസം. നല്ല പെർഫെക്റ്റ് ലാംഗ്വേജ്, പെർഫെക്റ്റ് കണ്ടിന്യൂവേഷൻ, പെർഫെക്റ്റ് നോളജ്, ഇത് കുട്ടികൾക്ക് ഇങ്ങനെ അച്ചടി കൊടുക്കാൻ പറ്റുന്ന പറയണേ. കുട്ടികൾക്ക് അതേപോലെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിനെ നെഗറ്റീവായി കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ പോസിറ്റീവ് ഉണ്ട്, ടീച്ചർ സെന്റേഡ് ആണെങ്കിലും പോസിറ്റീവ് ഉണ്ട്, ലേണർ സെന്റേഡ് ആണെങ്കിലും പോസിറ്റീവ് ഉണ്ട്. ലേണേഴ്സിന്റെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാന്, ലേണേഴ്സിന് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടാന്, ലേണേഴ്സിന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടത് ലേണർ സെന്റേഡ് ടീച്ചിങ് ആണ് എന്ന് മാത്രം. ഓക്കെ, അതിന്റെ ലിമിറ്റേഷൻ ആണ് ടീച്ചർ സെന്റേഡ് ടീച്ചിങ്. ലിമിറ്റേഷൻ ആണ് ഒന്ന്, നോ സ്കോപ്പ് ഫോർ സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ്, നീഡ്, എബിലിറ്റി. കുട്ടികളുടെ കഴിവ്, താല്പര്യം, എബിലിറ്റീസ് ഒന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല. 2, there is no chance to have a gap between what the teachers stated and what the learners understood. ടീച്ചർ പറഞ്ഞത് ഒന്നായിരിക്കും, കുട്ടികൾക്ക് മനസ്സിലായത് മറ്റൊന്നായിരിക്കും, അല്ലേ? അങ്ങനെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ? വൺ വേ കമ്മ്യൂണിക്കേഷൻ പോലെ എങ്ങനെ ആകാശവാണി പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആവാനേ സാധ്യത ഉള്ളൂ. നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ആണ്. നമ്മൾ ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാലേ ഫുൾ കുട്ടികൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുന്നത്. പിന്നെ ഓവർ കോൺഫിഡൻസ് ആണ് ടീച്ചർ സെന്റേഡ് ക്ലാസ് റൂമിന്റെ അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളത് ഇതിന്റെ ഓവർ കോൺഫിഡൻസ് ആണ്. കുറെ ആൾക്ക് മനസ്സിലാത്ത എന്റെ കയ്യിൽ ഉണ്ടാവും, മനസ്സിലായോ? അത് നമുക്ക് അറിയുന്ന ഒരു പോയിന്റ് നമ്മൾ പറയുമ്പോൾ മറ്റുള്ള അത് ഭയങ്കര സിമ്പിൾ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ബാക്കിയുള്ളവർക്ക് അത് ഭയങ്കര ടഫ് ആയിരിക്കും, ഓല ആദ്യമായിട്ട് കേൾക്കിയിരിക്കും, മനസ്സിലായോ? ഇതൊരു ആക്ടിവിറ്റി ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കളിച്ചു നോക്കാം. നമ്മളൊരു ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കാം. പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് അഥവാ എത്രത്തോളം നമ്മുടെ എക്സ്പ്ലനേഷൻ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കാം. ഓക്കെ, ഒരാളെ മുന്നിലേക്ക് ക്ഷണിക്കാം. ഈ പീസ് പേപ്പറിൽ നമ്മൾ ചിത്രം വരയ്ക്കുക. അഥവാ ഒരു ചതുരം, അതിന്റെ മുകളിൽ 3 സ്റ്റാറുകൾ, അതിന്റെ മൂലയിൽ നിന്ന് ഇങ്ങോട്ടൊരു 2 ആരോസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ജസ്റ്റ് ഒരു ഇമേജ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ വ്യക്തിയോട് പറയാം, കൈകൊണ്ടൊന്നും കാണിക്കാൻ പാടില്ല, ബോർഡ് ഉപയോഗിക്കാൻ പാടില്ല, വെർബലി മാത്രം ഈ ഇമേജ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അവരെന്ത് ചെയ്യട്ടെ, അവരുടെ പുസ്തകത്തിൽ അത് വരക്കട്ടെ. ഇങ്ങനൊരു ആക്ടിവിറ്റി ചെയ്തോ കൊണ്ടു നിങ്ങൾക്ക് അറിയാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളാണ് വെർബൽ എക്സ്പ്ലനേഷൻ ലിമിറ്റേഷൻസ് ഉള്ളത് മനസ്സിലാക്കാൻ പറ്റും. ആരെങ്കിലും ഇത് കളിച്ചിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല സർ. കാര്യം മനസ്സിലായോ? എങ്ങനെ കളിക്കാൻ മനസ്സിലായോ? ചെയ്തിട്ടുണ്ട് സർ, മനസ്സിലായി. ഓക്കെ, അപ്പൊ നിങ്ങൾ പരീക്ഷ നോക്കട്ടോ. അതിന്റെ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യണം. റൈറ്റ്, ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് ക്ലാസ്സിൽ പഠിച്ചപ്പം. യെസ്, വെരി ഗുഡ്. ഹൗ വാസ് ഇറ്റ്? എങ്ങനെ ഉണ്ടായിരുന്നു? പറഞ്ഞതിൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് ചിത്രം വന്നത്. കുട്ടികൾക്ക് 100 സംശയകരം അല്ലേ? നമ്മളൊരു ചതുരം വരയ്ക്കാന്ന് പറയും, എത്ര വലിപ്പം വേണമെന്ന് പറയില്ല, അല്ലെങ്കിൽ അത് എവിടെ വരക്കേണ്ടതെന്ന് പറയില്ല, പലതും മിസ്സായി പോയിട്ടുണ്ടാവും. അപ്പോ അതൊന്ന് പരീക്ഷ നോക്കുക, കളിച്ചു നോക്കുക കേട്ടോ. Then students have to sit passively and okay, മൂന്നാമത്തെ പോയിന്റ്, does not develop the skill of exploring and self initiative. കാരണം കുട്ടികൾക്ക് സെൽഫ് ഇനീഷ്യേഷനോ സെൽഫ് എക്സ്പീരിയൻസിനോ ഒന്നും യാതൊരു പ്രസക്തി ഇല്ല, ഒരു ചാൻസസും ഇല്ല. 4, students have to sit passively and listen to the teacher. ടീച്ചർ എന്താണോ പറയുന്നത് അതിങ്ങനെ കേൾക്കുക, അതിങ്ങനെ വിഴുങ്ങുക എന്നല്ലാതെ, പാസീവായി ഇരിക്കുക എന്നല്ലാതെ there is no chance to be active for the students. 5, students have to function individually. No chance for collaborative learning. ഇൻഡിവിജ്വൽ ലേണിംഗ് മാത്രമാണ്, ശരിക്കും ഒരു ബൈഹാർട്ടിങ് മാത്രമാണ്. അതിന്റെ അപ്പുറത്ത് ഗ്രൂപ്പ് ആയിരിക്കാനോ ഷെയർ ചെയ്യാനോ ചോദിക്കാനോ പറയാനോ ഒന്നും ഒരു അവസരങ്ങൾ ഉണ്ടാവില്ല. 6, no chance for students to express their feelings, ask questions, clarify doubts. അല്ലെ? ഒരു 100 സംശയങ്ങൾ കുട്ടികൾ ചോദിക്കണം. ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യപ്പെടുമ്പോഴാണ് ശരിക്കും കുട്ടികൾക്ക് ലേണിംഗ് നടക്കുക. ആ സംശയങ്ങൾ കുട്ടികൾ ചോദിക്കുമ്പോഴാണ് അവരതിനെ ക്രിട്ടിക്കലി അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ, അവരതിനെ അനലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുക. 7, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മെമ്മറി. ഫുള്ള് ബുദ്ധിയുള്ളവർക്ക് മാത്രമുള്ള കളിയാണ് അല്ലെ? ബുദ്ധി ഉപയോഗിച്ചുള്ള കളിയാണ്. മെമ്മറൈസേഷന്റെ സ്കിൽ എത്ര ഉണ്ടോ അത് മാത്രമാണ് ഇവിടെ അളക്കപ്പെടുക. 8, സ്പീഡ് ഓഫ് ടീച്ചിങ് മേ അഫക്ട് സ്റ്റുഡൻസ് ലേണിംഗ്. ടീച്ചറുടെ സ്പീഡ്, അത് ചില ടീച്ചേഴ്സ് ഭയങ്കര സ്പീഡിൽ ക്ലാസ് എടുക്കും, ചില ടീച്ചേഴ്സ് പറഞ്ഞ പോലെ തന്നെ 10 പറഞ്ഞ അവിടെ ഇങ്ങനെ മാറി അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും. ടീച്ചറുടെ സ്കില്ല്, ടീച്ചിങ്ങിന്റെ ഒരു സ്പീഡിനനുസരിച്ച്
അത് കുട്ടികളെ അഫക്ട് ചെയ്യും. അല്ലെങ്കിൽ ഭയങ്കര സ്പീഡിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചറുടെ ക്ലാസ് കുട്ടികൾക്ക് മനസ്സിലാകണം എന്നില്ല. കാരണം ഒരു പ്രാവശ്യം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. 9 വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. ഇവിടെ 2 വേ കമ്മ്യൂണിക്കേഷൻ യാതൊരു സാധ്യതയില്ല. സോ സ്റ്റുഡൻസ് ഷോ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. എപ്പോഴും ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലാണ് ഞാനും ഈ ക്ലാസ്സിന്റെ ഭാഗമാണ്, എനിക്കും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്റെ പോയിന്റും മുഖവിലേക്ക് എടുത്തിട്ടുണ്ട്, എന്റെ സംശയവും ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്ന് ഒരു കുട്ടിക്ക് പറയാൻ പറ്റുക. 2 വേ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കൂല എന്നുള്ളതാണ്. ദെൻ ഇനി നമുക്ക് അതിന്റെ ബാക്കി തന്നെയാണ് സെന്റേഡ് ടീച്ചിങ്. ആരപ്പോ ഇപ്പോഴൊക്കെ കയറി വരുന്നേ? ആരാടാ ലേറ്റ് ആയിട്ട് വന്ന ആളാരാ? ആരാ ലാസ്റ്റ് വന്നേ? അന്ന ഫാത്തിമ. എന്ത് ഫാത്തിമ? ഹന്ന. എന്നാ വൈ ആർ യു ലേറ്റ്? സാറ് ഡെലിവറി കഴിഞ്ഞ് വെക്ക. അപ്പൊ അത് ഞങ്ങളുടെ പ്രശ്നമല്ലല്ലോ അന്ന. സോറി. ഇനി സൂക്ഷിക്കണേ. ആ പണ്ട് ഒരു കോമഡി കേട്ടണോ നമുക്കറിയില്ല. ഒരാള് ക്ലാസ്സിൽ വൈകിയേ ലീവ് എടുക്കേ ഒക്കെ ചെയ്തു. അപ്പൊ എന്ത് കാരണം? പെങ്ങള് ഹോസ്പിറ്റലിൽ ഇരുന്നോ, പെങ്ങള് ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണെന്നോ അങ്ങനത്തെ കാരണം പറഞ്ഞു. അപ്പോ ടീച്ചർ പറഞ്ഞത് ആ ഒരു സ്റ്റോറി അറിയോ നിങ്ങൾക്ക്? ഇല്ല സർ, പറയൂ. അറിയില്ല. ഓ എന്തൊരു ജിജ്ഞാസ. റെക്കോർഡിംഗ് ആണ്, ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പം പോയിന്റിലേക്ക് പോവാണ്. ഒന്നുമില്ല, നിങ്ങൾ ഇനി അങ്ങനെ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോ ആ സ്റ്റുഡന്റ് പറഞ്ഞു ഞാൻ അളിയനോട് പറയാം, കാരണം ഡെലിവറി ആവർത്തിക്കാതൊക്കെയാണേ അളിയനോട് പറയാം എന്ന് പറഞ്ഞു. കാരണം ലീവ് എടുക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ പ്രസവിച്ചവർക്ക് ലീവ് എടുക്കേണ്ടി വരുമല്ലോ, അത്രേ ഉള്ളൂ. സോ സ്റ്റുഡന്റ് സെന്റേഡ് ടീച്ചിങ് ആൻഡ് ഇറ്റ്സ് മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് പറഞ്ഞിട്ടാട്ടോ. സ്റ്റുഡന്റ് സെന്റേഴ്സ് ഇത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനങ്ങൾ തന്നെയാണ്. ബോത്ത് സ്റ്റുഡന്റ് ആൻഡ് ടീച്ചേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ക്ലാസ് റൂം ആക്ടിവിറ്റീസ്. സ്റ്റുഡന്റ് സെന്റേഡ് ആവുമ്പോൾ ടീച്ചർക്കും ചെയ്യാനുണ്ട്, കുട്ടികൾക്കും ചെയ്യാനുണ്ട്. ടീച്ചർ ഈസ് ദ ഫെസിലിറ്റേറ്റർ, ടീച്ചർ ഈസ് ദ ഗൈഡ്, ടീച്ചർ ഈസ് ദ മോട്ടിവേറ്റർ. ഇതൊക്കെയാണ് കേട്ടോ. ടീച്ചർ ഈസ് എ ഫ്രണ്ട്. ഇങ്ങനെയുള്ള ഒരു 3-4 റോളാണ് ടീച്ചർക്ക് അവിടെ ചെയ്യാനുണ്ടായിരിക്കുക. ദർ വിൽ ബി മോർ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. എപ്പോഴും അവിടെ ഇന്ററാക്ഷൻ ഉണ്ടാവും. ചോദ്യങ്ങൾ ചോദിക്കും, ഡൗട്ടുകൾ ചോദിക്കും, അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് പറയും, അങ്ങോട്ട് ഗൈഡ് ചെയ്യും, ഇവിടെ അഡ്വൈസ് കൊടുക്കും, ഇവിടെ അതിന് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കും. അങ്ങനെ ഒരു ചോദിച്ചും പറയല് അല്ലെങ്കിൽ ഒരു കൊടുക്കൽ വാങ്ങൽ ബിസിനസ് ആയിരിക്കും ക്ലാസ് റൂം ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് ആർ എൻകറേജ്ഡ് ടു എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ ആൻഡ് കൊളാബറേറ്റ് ഇൻ ലേണിംഗ് ആക്ടിവിറ്റീസ്. കുട്ടികൾ അവരുടെ ആശയങ്ങൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്ത് ഒരു കൊളാബറേറ്റ് ചെയ്യാൻ കാരണമാകും എന്നുള്ളതാണ് സ്റ്റുഡന്റ് സെന്റേഡ് ടീച്ചിങ്ങിന്റെ മറ്റൊന്ന്. ദെൻ മെറിറ്റ് ഓഫ് സ്റ്റുഡന്റ് സെന്റേഡ് ടീച്ചിങ് ആണ്. ഇത് നേരത്തെ റിപ്പീറ്റേഷൻ ആയിരിക്കും കേട്ടോ. ത്രൂ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് സ്റ്റുഡൻസ് ലേൺ ഇമ്പോർട്ടന്റ് സ്കിൽസ്. കുട്ടികൾക്ക് അവരുടെ സ്കില്ലുകൾ കൂടുതലായിട്ട് അക്വയർ ചെയ്യാനും അത് ഇംപ്രൂവ് ചെയ്യാനും അത് റിയലൈസ് ചെയ്യാനും സാധിക്കും. ഓക്കെ. 2 സ്റ്റുഡൻസ് ലേൺ ടു റെഗുലേറ്റ് ദെയർ ലേണിംഗ്, ആസ്ക് ക്വസ്റ്റ്യൻസ്, കളക്ട് ഇൻഫർമേഷൻ. കുട്ടികൾ അവരുടെ സംശയങ്ങൾ എന്ത് ചെയ്യും? അത് കളക്ട് ചെയ്യും, അത് ചോദിക്കും, അത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യും, ഡൗട്ട് തീർക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ദെൻ സ്റ്റുഡൻസ് ഗെറ്റ് ആംപിൾ ഓപ്പർച്യൂണിറ്റീസ് ടു ഇന്ററാക്ട് ആൻഡ് ഇൻവോൾവ് ലേണിംഗ്. പഠന പ്രവർത്തനങ്ങളിൽ കുട്ടിക്ക് പങ്കെടുക്കാൻ അതിനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ തുറന്നു കൊടുക്കപ്പെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഇന്റർപ്രറ്റ് ദ ഇൻഫർമേഷൻ ആൻഡ് ഇന്റഗ്രേറ്റ് വിത്ത് ദെയർ നോളജ്. പുതിയ അറിവിനെ അവർ ഇന്റർപ്രറ്റ് ചെയ്യും, അതിനെ വ്യാഖ്യാനിക്കും. മാത്രമല്ല പഴയ അറിവിലേക്ക് ഇത് കണക്ട് ചെയ്ത് വെക്കും. പുതിയ പഠിച്ചത് എന്ത്, പഴയത് എന്തായിരുന്നു, ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ അവിടെ ഉണ്ടാക്കപ്പെടും എന്നുള്ളതാണ്. ഇനി ലിമിറ്റേഷൻ ആണ്. എന്തായിരിക്കും? കുട്ടികൾ ഇങ്ങനെ കുറെ ഗ്രൂപ്പ് ഡിസ്കഷനും അവരുടെ കുട്ടികളുടെ പ്രൊഡക്ടിവിറ്റി കിട്ടട്ടെ എന്നിട്ട് വേണം പഠിക്കാൻ എന്ന് വെക്കുമ്പോഴുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ആണ്. ഒന്ന്, all the students discuss the same time, the classroom become noisy and chaotic. അല്ലെ? ഇപ്പൊ 5 ഗ്രൂപ്പ് ആക്കി, 5 ഗ്രൂപ്പും ഭയങ്കരമായി ചർച്ച നടത്തുകയാണെങ്കിൽ ആ ക്ലാസ് റൂമിന്റെ സൗണ്ട് എങ്ങനെ ഉണ്ടാവും? ഭീകരായിരിക്കും, വളരെ ഭീകരായിരിക്കും. അപ്പുറത്തെ ക്ലാസ്സിലെ ടീച്ചർ ഒന്ന് നല്ല ചീത്ത പറയും. ടീച്ചർ എന്ന് പറയും, ഒന്നും ഉണ്ടാക്കാൻ പറ്റും ടീച്ചറെ, സൗണ്ട് ഇട്ട് അപ്പുറത്തേക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറയും. It will be difficult for the teachers to monitor and manage the activities. കാരണം 5 ഗ്രൂപ്പിൽ ഉണ്ടാവും, 5 ആൾ ഡിസ്കഷൻ നടത്തുന്നുണ്ടാവും, അവിടെ ഭയങ്കരമായ പോയിന്റ് പറയുന്നുണ്ടാവും. അത് കൺട്രോൾ ചെയ്യാന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിരിക്കും. അതുപോലെ തന്നെ ടീച്ചർ ഈസ് അനേബിൾ ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ യൂണിഫോംലി ടു ഓൾ സ്റ്റുഡൻസ് അറ്റ് ദ സെയിം ടൈം. ഒരു കാര്യം
കുട്ടിയോട് പറയണമെങ്കിൽ, കാരണം 5 ഗ്രൂപ്പിലും 5 ആളും 5 സ്ഥലത്തേക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ അവർ പല പ്രവർത്തനങ്ങളിലേക്കാണ്. എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലെ. സം മേ മിസ് ഇമ്പോർട്ടന്റ് ഐഡിയാസ്. ചിലപ്പോ നമ്മൾ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പോയിന്റ്സ് പറയുമ്പോഴോ അത് എല്ലാ ഗ്രൂപ്പിലെയും എല്ലാ കുട്ടികൾക്കും കിട്ടിക്കൊള്ളണം എന്നില്ല. അതുപോലെ തന്നെ I would like to function independently. For them, group work may become a problem. ചില കുട്ടികളുണ്ടല്ലോ, അവർ ഇൻഡിവിജ്വലി ഭയങ്കര ടാലന്റഡ് ആയിരിക്കണം. ഒരു വർക്ക് കൊടുത്താലും ഒരു ഒറ്റക്കനെ വേണം ചെയ്യും. അങ്ങനത്തെ കുട്ടികളുണ്ടാവും ക്ലാസ്സിൽ. എന്ത് കൊടുത്താലും ഓല് പെട്ടെന്ന് ചെയ്യും. ഗ്രൂപ്പിൽ ഇരിക്കുക, ഡിസ്കസ് ചെയ്യുക, അതിന് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. കണ്ടിട്ടില്ലേ അങ്ങനത്തെ കുട്ടികളെ? അങ്ങനത്തെ കുട്ടികളെ ഈ ക്ലാസ്സിലും ഉണ്ടാവും ചിലപ്പോ. എന്ത് വർക്ക് എന്നാല് അത് പെട്ടെന്ന് ചെയ്ത് തീർക്കാം. പൊതുവെ ഈ പഠിപ്പിയാളും അങ്ങനത്തെ ആളുകളൊക്കെയാണ് അങ്ങനെ ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യണം എന്നൊക്കെ. നമ്മളെ പോലെ ഒരു ആവറേജ് ഒക്കെ ആണെങ്കിൽ ഓക്കെ ഗ്രൂപ്പ് ആക്കട്ടെ, ഡിസ്കസ് ചെയ്യട്ടെ എന്നൊക്കെ ആയിരിക്കും വിചാരിക്കണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോയിന്റ് ആണ് ടീച്ചർ സെന്റേർഡ് ടീച്ചിങ്ങും സ്റ്റുഡന്റ് സെന്റേർഡ് ടീച്ചിങ്ങും തമ്മിലുള്ളൊരു ചെറിയ 2 സ്ലൈഡ്. ഇത്രയും പഠിച്ചതിന് ശരിക്കും ഇത് മാത്രം പഠിച്ചാൽ മതി എന്നൊക്കെയാണ്. സാർ, അപ്പൊ ടീച്ചർ സെന്റേർഡ് ഔട്ട്ഡേറ്റഡ് ആയി എന്നാണോ, അതോ രണ്ടും കൂടെ മിക്സ് ആക്കണം എന്നാണോ പറയുന്നത്? ശരിക്കും ഇപ്പോ ലേണർ സെന്റേർഡ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ടീച്ചർ സെന്റേർഡ് ഫുള്ളി അത് ഇല്ല അല്ലെങ്കിൽ പറ്റൂല എന്ന് പറയാനും പറ്റൂല. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, സോ ആദ്യം ടീച്ചർ സെന്റേർഡ് ടീച്ചിങ് ആണ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതിനെ ഇരിക്കും. എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ് നോക്കാം. ടീച്ചർ ഈസ് ദ സെന്റർ ഓഫ് അട്രാക്ഷൻ. അറിയില്ലേ? ഡൗട്ട് ഇല്ലല്ലോ? 2, ടീച്ചേഴ്സ് ലാംഗ്വേജ് ഫ്ലുവൻസി ഈസ് അട്രാക്റ്റീവ്. കാരണം ടീച്ചർക്ക് നല്ല ലാംഗ്വേജ് ഒക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്, ടീച്ചർക്ക് നല്ല ലാംഗ്വേജ് ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് കുട്ടികൾക്ക് നല്ല ലാംഗ്വേജ് കേൾക്കാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാവും. 3, ടീച്ചർ ടോക്സ് ആക്റ്റീവ്ലി ആൻഡ് സ്റ്റുഡൻസ് സിറ്റ് പാസീവ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പുതിയതുണ്ടെങ്കിലേ പറയുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് വായിച്ചു പോവാണേ. പോരെ? 4, സ്റ്റുഡൻസ് വർക്ക് ഇൻഡിവിജ്വലി. കാരണം ഗ്രൂപ്പ് വർക്ക് ഇല്ല, ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യുക. 5, ടീച്ചർ മോണിറ്റേഴ്സ് ഈ സ്റ്റുഡന്റ് ആൻഡ് കറക്റ്റ് വാട്ട് ദേ സേ. കുട്ടി ഓരോ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ നല്ലത് ടീച്ചർ സെന്റേർഡ് ആണെന്നാണ് അഭിപ്രായം. ഡിഫറൻസ് അല്ലേ ഇത്? എന്തോ? ടീച്ചർ സെന്റേർഡും സ്റ്റുഡന്റ് സെന്റേർഡും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? ഇത് ഡിഫറൻഷിയേറ്റ് ആണ്. ആക്ച്വലി ഞാൻ ഒരു ഭാഗത്ത് കഴിഞ്ഞ് മറ്റേ ഭാഗത്ത് പറയാന്നുള്ളത് വെച്ചാണ്. ഓക്കെ, കമ്പയർ ചെയ്ത് പറയണോ? കമ്പയർ ചെയ്ത് പറയാം സാർ, ബെറ്റർ ആവും. യെസ്, റൈറ്റ്. സോ ഒന്നാമത്തിൽ ടീച്ചർ ഈസ് ദ സെന്റർ ആണ്. രണ്ടാമത്തിൽ സ്റ്റുഡൻസ് ആണ്. ഇതിൽ ബോത്ത് എന്ന് കൊടുത്തേ, കാരണം കുട്ടിയും ടീച്ചറും തമ്മിലൊരു ഇന്ററാക്ഷൻ അവിടെ നടക്കുന്നതുകൊണ്ട് നമുക്ക് ബോത്ത് എന്ന് പറയാം, സ്റ്റുഡൻസ് എന്ന് പറയാം, രണ്ടും പറയാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ടീച്ചേഴ്സ് ലാംഗ്വേജ് ഫ്ലുവൻസി ഈസ് അട്രാക്റ്റീവ്. ഇവിടെ സ്റ്റുഡൻസ് ലാംഗ്വേജ് സ്കിൽസ് റിസീവ് അറ്റൻഷൻ. കാരണം ടീച്ചർ സെന്റർ ആകുമ്പോൾ ടീച്ചർക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. ഈ സ്റ്റുഡന്റ് സെന്റേർഡ് ആകുമ്പോൾ കുട്ടികളുടെ ലാംഗ്വേജ് നമ്മുടെ ടീച്ചിങ് സ്ട്രാറ്റജികളെ അല്ലെങ്കിൽ ലേണിംഗ് സ്ട്രാറ്റജികളെ നല്ലോണം ബാധിക്കും. കുട്ടികൾക്ക് തീരെ ലാംഗ്വേജ് ഇല്ലെങ്കിൽ, ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിക്കുകയാണ്, കുട്ടികൾക്ക് ഒരു ലാംഗ്വേജ് ഇല്ല, അവിടെ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് റിസ്ക് ആയിരിക്കും. ഓക്കെ, അഥവാ കുട്ടികളുടെ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ്. 3, ടീച്ചർ ടോക്ക് ആക്റ്റീവ്ലി ആൻഡ് സ്റ്റുഡൻസ് സിറ്റ് പാസീവ്ലി. അല്ലെ, ടീച്ചർ സെന്റേർഡ് ആകുമ്പോൾ ടീച്ചറാണ് ആക്റ്റീവ്, കുട്ടികൾ പാസീവ് ആണ്. അതേ സമയത്ത് സ്റ്റുഡന്റ് സെന്റേർഡ് ആണെങ്കിൽ സ്റ്റുഡൻസ് ആക്റ്റീവ് ആണ്, ടീച്ചർ അവിടെ പാസീവ് ആണെന്ന് പറയാൻ കഴിയില്ല, സ്റ്റുഡൻസ് ആക്റ്റീവ് ആണ്. ഇനി ടീച്ചർ സെന്റേർഡ് ആകുമ്പോൾ സ്റ്റുഡൻസ് വർക്ക് ഇൻഡിവിജ്വലി ആണ്. മറ്റൊടുത്താണെങ്കിലോ കൊളാബറേഷൻ ആണ്, പെയർ ആണ്, ഗ്രൂപ്പ് ആണ്. 5, ടീച്ചർ മോണിറ്റേഴ്സ് ഈ സ്റ്റുഡൻറ്. ടീച്ചർ സെന്റേർഡിൽ ടീച്ചർക്ക് ഓരോ കുട്ടിയെയും മോണിറ്റർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്, കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്നാൽ സ്റ്റുഡന്റ് സെന്റേർഡ് ആകുമ്പോൾ നമുക്ക് ശരിക്കും എങ്ങനെയാണ് സംഭവിക്കുക, അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ കുട്ടികളെ തെറ്റിതിരുത്തുക. ഓക്കെ, എറർ അനാലിസിസ് എന്ന് പറയാം. അത് ടീച്ചർ സെന്റേർഡ് ആകുമ്പോൾ ഓരോ കുട്ടിയുടെയും തെറ്റിതിരുത്താൻ പറ്റുന്ന പറയണേ. പക്ഷെ സ്റ്റുഡന്റ് സെന്റേർഡ് ആകുമ്പോൾ പറ്റുമോ?
മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇല്ല സർ. ടീച്ചർ സെന്റേഡ് ക്ലാസ് റൂമിൽ ഓരോ കുട്ടിക്ക് പറ്റുന്ന തെറ്റുകൾ ടീച്ചർ കറക്റ്റ് ചെയ്യാൻ പറ്റും, കാരണം അവിടെ ഇൻഡിവിജ്വൽ പെർഫോമൻസുകളാണുള്ളത്. എന്നാൽ സ്റ്റുഡന്റ് സെന്റേഡ് ക്ലാസ് റൂമിൽ ടീച്ചിങ്ങിൽ ഗ്രൂപ്പ് വർക്കുകളാണ് കൂടുതൽ. അപ്പോൾ ഓരോ കുട്ടിയുടെയും മിസ്റ്റേക്കുകൾ തിരുത്താൻ പറ്റുമോ? ഇല്ല സർ. ഓരോ കുട്ടിയുടെയും പറ്റില്ല. ഗ്രൂപ്പ് ഒറ്റ ഔട്ട്പുട്ട് അല്ലേ ഗ്രൂപ്പിൽ നിന്നുണ്ടാവുള്ളൂ? ഒറ്റ ഔട്ട്പുട്ടും ഗ്രൂപ്പിൽ നിന്നുണ്ടാവുള്ളൂ. അവിടെ 2 ആൻസറുകളാട്ടോ. എന്താ വെച്ചാല് 2 ആൻസറാണ് അതിനുള്ളത്. ഒന്ന്, ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യപ്പെടുന്ന കറക്ഷൻസ് അല്ലെങ്കിൽ എറേഴ്സ് എന്ന് പറയുന്നത് അത് ഓരോ ഇൻഡിവിജ്വലിൻ്റെത് കൂടി ആയിരിക്കും. അപ്പം ആ ഗ്രൂപ്പ് പ്രസന്റ് ചെയ്യുമ്പോൾ അതിലുള്ള തെറ്റ് തിരുത്തുമ്പോൾ ഓരോ കുട്ടിയും സ്വയം തെറ്റ് തിരുത്തണം. ഓക്കെ, അതാണ് ഒരു ആൻസർ. രണ്ടാമത്തെ ആൻസർ, കുട്ടിക്ക് ഗ്രൂപ്പ് വർക്ക് കൊടുക്കുന്നതോടൊപ്പം ഇൻഡിവിജ്വൽ വർക്കും കൂടി സ്റ്റുഡന്റ് സെന്റേഡ് ക്ലാസ് റൂമിൽ കൊടുക്കണം. ഇങ്ങനെ 2 രീതി ഫോളോ ചെയ്താൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടീച്ചർ സെന്ററില് ഈ ടീച്ചർക്ക് ഇങ്ങനെ ഓരോ സ്റ്റുഡൻസിനെയും കറക്റ്റ് ചെയ്യാൻ പറ്റുക ഈ എക്സാംസ് എടുക്കുമ്പോൾ മാത്രമാവില്ലേ? അതെന്താ അറിയണോ, ഇവിടെ പെർഫോമൻസ് കൊടുക്കുന്നത് ഫുൾ ഇൻഡിവിജ്വൽ ആണ്. ഓക്കെ, അപ്പം ഇൻഡിവിജ്വലി കറക്ഷൻസ് ആണ് അവിടെ കൂടുതൽ വരിക. അതാണ് ഉദ്ദേശിക്കുന്നത് കവി. ഓക്കെ ഓക്കെ ഓക്കെ, 6ാമത്തെ പോയിന്റ്, ടീച്ചർ ആൻസേഴ്സ് സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻസ്. ഇവിടെ ടീച്ചർ ആക്ട്സ് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഇവിടെ എന്താ അറിയോ, ടീച്ചർ സെന്റേഡ് ആകുമ്പോൾ ടീച്ചർ കുട്ടി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം, കുട്ടിയോട് ചോദിച്ചേക്കാം, അത് ടീച്ചർ ആൻസർ ചെയ്യും. കുട്ടിയുടെ ഡൗട്ട് ചോദിച്ചു, ടീച്ചർ ഉത്തരം പറഞ്ഞു, അങ്ങനെയാണ്. എന്നാൽ സ്റ്റുഡന്റ് സെന്റേഡ് ആകുമ്പോൾ എല്ലാ സമയത്തും ടീച്ചർ ആൻസർ നേരിട്ട് പറഞ്ഞു കൊടുക്കണം എന്നില്ല. ഒരു ഉദാഹരണം പറയാട്ടോ, ഒരു കുട്ടി എന്തൊരു വേർഡ് മീനിങ് വെച്ചു, അവിടെ ടീച്ചർ സെന്റേഡ് ആണെങ്കിൽ ടീച്ചർ പറഞ്ഞു കൊടുക്കും, അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ മീനിങ് പറഞ്ഞു കൊടുക്കും. സ്റ്റുഡന്റ് സെന്റേഡ് ആകുമ്പോൾ ഒരു കുട്ടി ഡൗട്ട് വെച്ചാൽ അവിടെ എന്താ ചെയ്യാൻ അറിയുന്നത്? ആ വേർഡ് വരുന്ന വേറൊരു സെന്റൻസ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുമായിരിക്കുമോ? ഓക്കെ, അത് പല സ്ട്രാറ്റജികളുണ്ട്. ഒന്ന്, കുട്ടിയോട് ചോദിക്കും, ഡു യു നോ ദ ആൻസർ, വേറെ ആർക്കെങ്കിലും അറിയുമോ എന്ന് ചോദിക്കും. വേറൊരു കുട്ടിക്ക് ആൻസർ അറിയെങ്കിൽ ആ കുട്ടി ഷെയർ ചെയ്യും, ഈ കുട്ടിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യും, ആ ഡൗട്ട് അവിടെ ക്ലിയർ ചെയ്യപ്പെടും. മനസ്സിലായോ? ഒന്നാമത്തെ മാർഗം. മനസ്സിലായോ? 2, കുട്ടി ഡൗട്ട് ചോദിച്ചു, ടീച്ചർ നേരിട്ട് ആൻസർ പറയൂല, ടീച്ചർ കുറച്ച് ക്ലൂകൾ കൊടുക്കും. ഈ പറഞ്ഞ പോലെ അതുമായി ബന്ധപ്പെട്ട വേറെ സെന്റൻസുകൾ അതല്ലെങ്കിൽ വേറെ വാക്കുകൾ ക്ലൂകൾ കൊടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഡൗട്ട് ചോദിച്ച കുട്ടി തന്നെ അതിന് ആൻസർ കണ്ടെത്തും. മനസ്സിലായോ? ഓക്കെ, ഇനി 7, ടീച്ചർ സെലക്ട്സ് ദ ടോപ്പിക്. ഇവിടെ സ്റ്റുഡന്റ് സെന്റേഡ് ആണെങ്കിൽ സ്റ്റുഡൻസ് ഹാവ് ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്രസ് ദെയർ വ്യൂസ്. അഥവാ ഇവിടെ എപ്പോഴും ടീച്ചറാണ് എല്ലാം സെലക്ട് ചെയ്യണത്, എല്ലാം തീരുമാനിക്കുന്നത്. സ്റ്റുഡന്റ് സെന്റേഡ് ആകുമ്പോൾ കുട്ടികൾക്ക് കൂടി ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. 8, ടീച്ചർ ഇവാലുവേറ്റ് സ്റ്റുഡൻസ് ലേണിംഗ്. ഇവിടെ ചാൻസ് ഫോർ സെൽഫ് ആൻഡ് ടീച്ചർ അസസ്മെന്റ്. അഥവാ ടീച്ചർ സെന്റേഡ് ടീച്ചിങ്ങിൽ കുട്ടി എന്ത് പെർഫോം ചെയ്താലും ടീച്ചറാണ് അത് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, ടീച്ചർ ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഓക്കെ നിന്റെ പെർഫോമൻസ് ഓക്കെയാണ്, നീ ഓക്കെ അല്ല, അങ്ങനെ ടീച്ചർ അസസ്മെന്റ് മാത്രമേ നടക്കുള്ളൂ. പലതരം അസസ്മെന്റ് ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ആർക്കെങ്കിലും അറിയോ ടൈപ്സ് ഓഫ് അസസ്മെന്റ്? അറിയോ? സെൽഫ് അസസ്മെന്റ് കേട്ടോ? സെൽഫ് അസസ്മെന്റ് എന്റെ പഠനം ഞാൻ തന്നെ വിലയിരുത്തുക. ടീച്ചർ അസസ്മെന്റ് എന്റെ പഠനം ടീച്ചർ വിലയിരുത്തുക. പിയർ അസസ്മെന്റ് എന്റെ പഠനം എന്റെ കൂടെയുള്ള സഹപഠിതാവ് വിലയിരുത്തുക. ഓക്കെ, പിന്നെ പോർട്ട്ഫോളിയോ അസസ്മെന്റ്, ഓൺലൈൻ അസസ്മെന്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് സെൽഫ് അസസ്മെന്റ്, ടീച്ചർ അസസ്മെന്റ്, പിയർ അസസ്മെന്റ്. അപ്പം ടീച്ചർ സെന്റേഡ് ആണെങ്കിൽ അവിടെ ടീച്ചർ അസസ്മെന്റ് മാത്രമേ നടക്കുള്ളൂ. സ്റ്റുഡന്റ് സെന്റേഡ് ആണെങ്കിൽ അവിടെ സെൽഫ് അസസ്മെന്റ് നടക്കും, ടീച്ചർ അസസ്മെന്റ് നടക്കും, പിയർ അസസ്മെന്റ് നടക്കും. ഓക്കെ, പലതരത്തിലുള്ള അസസ്മെന്റുകൾ നടക്കും. 9, സൈലൻസ് പ്രിവെയിൽസ് ഇൻ ദ ക്ലാസ് റൂം. അല്ലെ, ക്ലാസ് റൂം നല്ല സൈലൻസ് ആയിരിക്കും. സ്റ്റുഡന്റ് സെന്റേഡ് ആണെങ്കിലോ അലമ്പേക്കർ അല്ലെ, സൈലൻസ് ഉണ്ടാവോ? ഇല്ല. 10, എക്സ്റ്റെൻസിവ് മോട്ടിവേഷൻ ഇൻ സ്റ്റുഡൻസ് ലേണിംഗ്. ടീച്ചർ സെന്റേഡ് ക്ലാസ് റൂമിൽ ടീച്ചർ എന്ത് ചെയ്യണം? പഠിക്കാൻ വേണ്ടി കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, ടീച്ചർ ഹാസ് ടു മോട്ടിവേറ്റ് ദ ലേണേഴ്സ്. എക്സ്റ്റെൻസിക് ആണ്. എന്നാൽ സ്റ്റുഡന്റ് സെന്റേഡ് ആണെങ്കിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്.
എന്താ ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും തമ്മിൽ ഡിഫറൻസ് എന്ത് സാധനം? ടീച്ചർ ഇങ്ങനെ പറയുന്ന മോട്ടിവേഷൻ ആണ് സർ. അല്ല, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണല്ലേ, ഇന്റേണൽ മോട്ടിവേഷൻ ആണ്. കുട്ടികൾക്ക് ഉള്ളിൽ നിന്ന് സ്വയം മോട്ടിവേറ്റഡ് ആണ്. സ്വയം മോട്ടിവേറ്റഡ് ആകുന്നതാണ്. എന്നാൽ ടീച്ചർ സെന്റേഡ് ആണെങ്കിൽ അവിടെ എക്സ്ട്രിൻസിക് ആണ്. ദാറ്റ് മീൻസ് എക്സ്റ്റേണൽ പുറമേ നിന്ന് ഒരു മോട്ടിവേഷൻ അവിടെ വരണം. ഓക്കെ. 11 വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് ടീച്ചർ സെന്റേഡ് ആണെങ്കിൽ. സ്റ്റുഡന്റ് സെന്റേഡ് ആണെങ്കിൽ എന്തായിരിക്കും? എന്താ? ടു വേ കമ്മ്യൂണിക്കേഷൻ. കാരണം അവിടെ ഏതാണ് ടു? സ്റ്റുഡൻസിന് ടീച്ചറും അങ്ങോട്ടും പറയും, പിന്നെ ടീച്ചേഴ്സും അങ്ങോട്ടും. സ്റ്റുഡന്റ് ടീച്ചറും ടീച്ചർ സ്റ്റുഡന്റ് അല്ലേ? പിന്നെ ഇതുണ്ട് സ്റ്റുഡൻസിന്റെ ഇടയിലും. സ്റ്റുഡൻസിന്റെ ഇടയിലും. വെരി ഗുഡ്. 12 ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ നോട്ട് ടേക്കൺ കെയർ ഓഫ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒന്നും വല്ലാതെ നോക്കൂല. കാരണം എന്ന് വെച്ചാൽ ടീച്ചർ എല്ലാവർക്കും വേണ്ടി ഒന്നിച്ച് ക്ലാസ് എടുക്കുകയാണ്. ഇവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് കൺസിഡർ ചെയ്യപ്പെടും. കാരണം ഓരോ കുട്ടിയും ഓരോ സ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ടാസ്കുകൾ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ. 13 ഡസ് നോട്ട് ഡെവലപ്പ് സ്റ്റുഡന്റ് സ്കിൽ ലൈക്ക് തിങ്കിങ്, റീസണിങ്, ഇനീഷ്യേറ്റീവ്. എന്തുകൊണ്ട് കുട്ടിന്റെ റീസണിങ് സ്കില്ല് അഥവാ യുക്തി, ചിന്ത, ഇനീഷ്യേഷൻ അതൊന്നും ഡെവലപ്പ് ചെയ്യാത്ത എന്തുകൊണ്ടാ? ടീച്ചർ സെന്റേഡ് ക്ലാസ് റൂമിൽ എന്തുകൊണ്ട് ഇത് ഡെവലപ്പ് ചെയ്യുന്നില്ല? കുട്ടിക്ക് ചിന്തിക്കാൻ ചാൻസ് കൊടുക്കുന്നില്ല. ചാൻസ് മാത്രമല്ല, ഫീഡിങ് പോലെ അങ്ങനെ ടീച്ചർ അങ്ങനെ കൊടുക്കുകയാണ്. എന്നാൽ സ്റ്റുഡൻസ് ഒറിജിനലി തിങ്കിങ് ഓർ ക്രിയേറ്റിവിറ്റി ആൻഡ് സെൽഫ് ഇനീഷ്യേറ്റീവ്സ് ആർ നർച്ചേർഡ്. സ്റ്റുഡൻറ് സെന്റേഡ് ആവുമ്പോൾ അവിടെ കുട്ടിന്റെ തിങ്കിങ്ങും ക്രിയേറ്റിവിറ്റിയും സെൽഫ് ഇനീഷ്യേഷനും ഒക്കെ നർച്ചർ ചെയ്യും. അതൊക്കെ വളർത്തും. 14 ചാൻസ് ടു ഹാവ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ വാട്ട് ദ ടീച്ചർ ടോട്ട് ആൻഡ് വാട്ട് ദ സ്റ്റുഡൻസ് അണ്ടർസ്റ്റുഡ്. നമ്മൾ നേരത്തെ പറയുന്നു, ടീച്ചർ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതും കുട്ടിക്ക് എന്ത് മനസ്സിലായി എന്നുള്ളതും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടായേക്കാം. എന്നാൽ സ്റ്റുഡൻറ് സെന്റേഡ് ആകുമ്പോൾ സ്റ്റുഡൻസ് ഇന്റർപ്രറ്റ് ദ ഇൻഫർമേഷൻ ദ ഗെറ്റ്. എന്താണ് എനിക്ക് കിട്ടിയത് എന്ന് കുട്ടിയോടനെ ടീച്ചർ ചോദിക്കുന്നുണ്ട്. നിനക്ക് എന്ത് മനസ്സിലായി, നിന്റെ അഭിപ്രായം എന്താണ്, നിന്റെ പോയിന്റ് എന്താണ് എന്ന് ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. സോ അവർക്ക് അത് മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. 15 ഓൺലി അക്കാഡമിക് സ്കിൽസ് ആർ ഗിവൺ ഇമ്പോർട്ടൻസ്. പഠിക്കുക, വീണ്ടും പഠിക്കുക അല്ലെ? ഇവിടെ സ്റ്റുഡൻറ് സെന്റേഡ് ആണെങ്കിലോ ജീവിക്കുക, പഠിക്കുക, അനുഭവിക്കുക, തിരിച്ചറിയുക എന്നുള്ള രൂപത്തിലാണ് പോവുക. സോ കമ്മ്യൂണിക്കേഷൻ ലൈഫ് സ്കില്ലുകളാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. 16 പോസിബിൾ ടു ടീച്ച് മോർ എമൗണ്ട് ഓഫ് സബ്ജക്റ്റീവ് കോണ്ടന്റ്. ഒരു ദിവസം ഒരുപാട് കോണ്ടന്റ് കവർ ചെയ്യാൻ പറ്റും ടീച്ചർ സെന്റേഡ് ആണെങ്കിൽ. സ്റ്റുഡൻറ് സെന്റേഡ് ആണെങ്കിലോ കുറച്ചേ പറ്റൂ. നമ്മൾ ഒരു 2 പേജ് പഠിപ്പിക്കണം എന്നൊക്കെ കരുതി പോകും. പക്ഷെ എന്ത് സംഭവിക്കും? ഒരു പാരഗ്രാഫേ പറ്റുള്ളൂ. അതെ, ഒരു പാരഗ്രാഫ് കഴിയുമ്പോഴേക്ക് സമയം കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മൾ ഗ്രൂപ്പ് ആക്കുന്നു അല്ലെ, അഭിപ്രായങ്ങൾ ചോദിക്കുന്നു, അങ്ങോട്ട് ചോദിക്കുന്നു, ഇങ്ങോട്ട് ചോദിക്കുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് പഠിക്കാനുണ്ടായിരുന്നത്. ഈ ഒരു യൂണിറ്റ് ഇവിടെ തീർന്നു. നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു എന്നുള്ള ഒരു ഹാവ് എ ലുക്ക്. ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ലേണിംഗ് എൻവയോൺമെന്റ് ഫെസിലിറ്റേറ്റിംഗ് കൺസ്ട്രക്റ്റിവിസം എന്നുള്ള ടോപ്പിക്ക് നമ്മൾ തുടങ്ങി. കൺസ്ട്രക്റ്റിവിസം ക്ലാസ് റൂമിൽ ലേണിംഗ് എൻവയോൺമെന്റ് എങ്ങനെ ആയിരിക്കും, എന്താണ് ലേണർ സെന്റേഡ് ടീച്ചിങ്, അതിന്റെ മീനിങ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ നീഡ്, അതിന്റെ മെറിറ്റ്സ്. ഓക്കെ, മെറിറ്റ്സ് മീൻസ് ആ നീഡ്സ് ആണ് ഒന്ന്. ദെൻ ടീച്ചർ സെന്റേഡ് ടീച്ചിങ്ങിലേക്ക് പോയി. അവിടെ അഡ്വാൻറ്റേജസ് ഓഫ് ടീച്ചർ സെന്റേഡ് ടീച്ചിങ്, ലിമിറ്റേഷൻ, പിന്നെ വീണ്ടും സ്റ്റുഡൻറ് സെന്റേഡ് ടീച്ചിങ്ങിലേക്ക് അതിന്റെ മെറിറ്റിലേക്ക് വന്നു. ദെൻ മെറിറ്റ്സ് ഓഫ് സ്റ്റുഡൻറ് സെന്റേഡ് ടീച്ചിങ്, അതിന്റെ ലിമിറ്റേഷൻസ്, പിന്നെ നമ്മളൊരു വലിയ ടേബിൾ ഒരു കമ്പാരിസൺ അല്ലെ, ടീച്ചർ സെന്റേഡ് ടീച്ചിങ്ങും സ്റ്റുഡൻറ് സെന്റേഡ് ടീച്ചിങ്ങും നമ്മളൊരു കമ്പാരിസൺ ആണ് നടന്നത്. ഇവിടെ ശരിക്കും ഏത് തുലാസ ഇവിടെ താഴ്ന്നു നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് പോയിന്റ്സ് വന്നത് കഴിഞ്ഞാൽ ടീച്ചർ സെന്റേഡ് ആണോ സ്റ്റുഡൻറ് സെന്റേഡ് ആണ് പോസിറ്റീവ്? യെസ്, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളോടും പറയാനുള്ളത് നമ്മൾ സ്റ്റുഡൻറ് സെന്റേഡ് ടീച്ചിങ്ങിലേക്കാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. സ്റ്റുഡൻറ് സെന്റേഡ് ടീച്ചിങ്ങിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ സ്റ്റുഡൻസിന്റെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനും അവർക്ക് എക്സ്പീരിയൻസസ് കിട്ടാനും അവർക്ക് വേണ്ട എല്ലാ എന്താ പറയാ സ്കില്ലുകളും എക്സ്പീരിയൻസും അങ്ങനെ തുടങ്ങി എല്ലാം കിട്ടാനും നമുക്ക് ഏറ്റവും അത്യാവശ്യം ലേണർ സെന്റേഡ് ആണ്. അവിടെ സ്റ്റുഡൻസ് ആക്റ്റീവ് ആയിരിക്കും, അവർക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും, അവരെ ക്രിട്ടിക്കൽ മൈൻഡ് ഉണരും, അവരെ ക്രിയേറ്റിവിറ്റി ഉണരും, അവരുടെ അനലൈസ് ചെയ്യാനുള്ള സ്കില്ല് വർദ്ധിക്കും.
അങ്ങനെ കുട്ടികൾ ഒരുപാട് വളർന്ന് നർച്ചർ ചെയ്ത് ദാറ്റ് മീൻസ് വളർന്ന് വലുതായി പന്തലിച്ച് നിൽക്കട്ടെ. നമുക്ക് അതിന്റെ താഴെ നമുക്ക് എന്ത് ചെയ്യാം, ആസ്വദിക്കാം അല്ലെ. നമ്മളെ കുട്ടികൾ വലുതായി കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇന്റെ സ്റ്റുഡന്റ് ആണ് ഞാൻ പഠിപ്പിച്ചതാണ് എന്നൊക്കെ വളരെ അഭിമാന പുരസരം പറയാൻ പറ്റും. സോ എല്ലാവർക്കും അതിനുള്ള ഒരു അവസരം കിട്ടട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം സഹകരിച്ച ഓരോ പോയിന്റും പറഞ്ഞ് നമ്മുടെ കൂടെ വന്ന ഓരോ വിദ്യാർത്ഥിക്കുള്ള നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.